ആദ്യത്തെ പള്ളികളൊക്കെ അമ്പലത്തിൻ്റെ സ്ട്രക്ചറാണ്. അത് നമ്മളിപ്പോൾ നമ്മൾ അമ്പലം അഡോപ്റ്റ് ചെയ്തു എന്ന് പറയും. എല്ലാം നമ്മളിപ്പോൾ ഈ പാരച്ചൂട്ട് പള്ളികൾ വരുന്നതിന് മുമ്പ് ഫുള്ള് അമ്പലം സ്ട്രക്ചറാണ്, ഫുള്ള് പള്ളികൾ. മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമല്ലേ ചെയ്യുക, പിന്നെ ഒരു ജീവിതം അടിച്ചു പൊളിക്കണം. അതിങ്ങനെ BGM ഒക്കെ ഇട്ടാണ് വരുമ്പോൾ ഇവരിതിലേക്ക് സൈക്കോളജിക്കലി കണ്ടീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ മദ്രസ പുതിയ കാലത്ത് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്? മാപ്പിളമാർ എന്തുകൊണ്ട് റിവോൾട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവർ സ്കൂൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു കണ്ടെത്തൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓത്തുപള്ളികൾ മാപ്പിള സ്കൂളുകളായിട്ട് അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. ഉസ്താദ്മാരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എത്രത്തോളം സൊസൈറ്റിയിൽ തന്നെ എത്രത്തോളം താഴ്ന്നതാണ് നമുക്ക് എല്ലാവർക്കും അവെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ലിംഗോ ഫ്രങ്ക ഇംഗ്ലീഷായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇനിയൊരു വരുന്ന ജനറേഷനിലെ മദ്രസ ടീച്ചേഴ്സും അതിലേക്ക് വളരെ പെട്ടെന്ന് ചേഞ്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. സ്കൂളിൻ്റെ ഒരു ലോകം വേറെ ഒന്നും, മദ്രസയുടെ ലോകം പഴഞ്ചനൊന്നും എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് കുട്ടികളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ ക്യൂരിയോസിറ്റിയിൽ കേരളത്തിലെ മതസ്ഥാപനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ചരിത്രത്തിൽ അതിലുണ്ടായ വികാസങ്ങൾ എന്താണ്, സമസ്തക്ക് ഈ സ്ഥാപനങ്ങളിലുള്ള റോൾ എന്താണ്, നിലവിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്താണ്, ഭാവിയിൽ പുതിയ തലമുറയ്ക്ക് ഇതിന് കൈമാറ്റം ചെയ്യാൻ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ക്യൂരിയോസിറ്റി പോഡ്കാസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സുബൈർ ഉദവിയാണ്. ഉസ്താദിനെ ഒരുപക്ഷെ പൊതുവെ ഒരുപാട് ഓഡിയൻസിന് അറിയുന്നുണ്ടാകും, പക്ഷേ ഉസ്താദിനെ അറിയാത്തയും ചില ആളുകളുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഉസ്താദിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാൻ ഞാൻ വിചാരിക്കുന്നു. ഉസ്താദിൻ്റെ ഒരു ജേണി എങ്ങനെയാണ് കാണുന്നത്, എവിടേക്കായിരുന്നു അക്കാഡമിക് ജേണി, പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് പ്രവർത്തനങ്ങൾ എവിടേക്കായിരുന്നു, ജീവിതം എവിടെ എത്തി നിൽക്കുന്നു? അസ്സലാമു അലൈക്കും. നാട്ടിൽ 5 വരെ മദ്രസയിലും സ്കൂളും പഠിച്ച് പിന്നെ 87-88 ദാറുൽ ഹുദയിൽ 3rd ബാച്ചിൽ ജോയിൻ ചെയ്തു. 2000 പാസ് ഔട്ടായി. അതിൻ്റെ ഇടയിൽ ദാറുൽ ഹുദ നിഷ്കർഷിക്കുന്ന പോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം പ്രകാരം നമ്മൾ 10th പ്ലസ് 2 ആ കാലത്ത് എഴുതാറില്ലായിരുന്നു. അങ്ങനെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രി ചെയ്തു, പിന്നെ മദ്രാ കാമരാജ് യൂണിവേഴ്സിറ്റിൻ്റെ PG ചെയ്തു. 2 സോഷ്യോളജി ആയിരുന്നു. ഡിഗ്രി സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്കൽ സയൻസും ആയിരുന്നു. പിന്നെ 2000 പാസ് ഔട്ടായതിനു ശേഷം കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസ്നാത്തിൽ ദാറുദൻ്റെ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഫൗണ്ടിങ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് ഹയർ എഡ്യൂക്കേഷന് പോകണം താല്പര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ PG അറബിക്ക് അപ്ലൈ ചെയ്തു, അതിന് കിട്ടി. പിന്നെ ഒരു സിവിൽ സർവീസ് എന്നുള്ളൊരു താല്പര്യം കൂടിയിട്ടാണ് അന്ന് 2 സബ്ജക്റ്റ് വേണ്ടിയിരുന്നു. അപ്പോൾ സോഷ്യോളജിയും അറബിക്കും എടുക്കാമെന്ന് വിചാരിച്ച് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ആ ജേണി MA MPhil PhD കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ദാറുൽ ഹുദയിൽ അക്കാഡമിക് രജിസ്ട്രാറായിട്ട് തിരിച്ചു വന്നു. ഡൽഹിയിലുള്ള കാലത്ത് ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ദാറുൽ ഹുദയിൽ വന്നതിന് ശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞ് തുഞ്ചൻ ഗവൺമെൻറ് കോളേജിൽ 2 വർഷം അധ്യാപകനായി. അത് കഴിഞ്ഞ് UK ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് പോയിരുന്നു. തിരിച്ചു വന്ന് US ഒരു സുസി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. വന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ CH മുഹമ്മദ് കോയ ചെയറിൻ്റെ ചെയർപേഴ്സണായിട്ട് സ്ഥാനമേറ്റു. അതിൻ്റെ ഇടയിൽ പല പള്ളികളിലൊക്കെ ആയിട്ട് ഖത്തീബായിട്ട് സേവനം ചെയ്തിരുന്നു. തിരൂർ തെക്കുമുറി, പറവണ്ണ, വാടാനപ്പള്ളി, പേരാമ്പ്രൊക്കെ പള്ളിയിൽ ഖത്തീബായിട്ട് ജോലി ചെയ്തിരുന്നു. 2018 ബീഹാറിൽ കിഷൻഗഞ്ചിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ പോയി. 2018 മുതൽ അവിടെ 2019 കുർത്തുബ ഫൗണ്ട് ചെയ്തു. 2017 സ്റ്റാർട്ട് ചെയ്ത പ്രയാൺ ഫൗണ്ടേഷനും കുർത്തുബ ഫൗണ്ടേഷനുമായിട്ട് ഇപ്പോൾ ബീഹാറിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാണ് ശരിക്കും കുർത്തുബ. നമ്മൾ ഈ ചർച്ചയിൽ കുർത്തുബൻ്റെ ഒരു ജേണിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഥകളൊന്നും കൂടുതൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ മനസ്സിലാക്കണം താല്പര്യമുള്ള ആളുകൾക്ക് മാധ്യമം ചെയ്ത ഉസ്താദിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് മീഡിയ 1 മുഹമ്മദ് ഷാഫിയുടെ കൂടെ. അപ്പോൾ അവർക്ക് അത് കൂടുതൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ്, അത് മതവിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പൊതുവെ ആളുകൾക്ക് ഈ മതസ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സൊസൈറ്റിയൊക്കെ നോക്കുമ്പോൾ കുറേ ആളുകൾ പഠിക്കുന്നുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഇവർ പഠിക്കുന്നത് എന്നുള്ളൊരു കൗതുകം ഉണ്ടാവും. എന്താണ് മതസ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നത്, മതവിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതൊരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണോ? പ്രത്യേകിച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മതവിദ്യാഭ്യാസത്തിൻ്റെ ഫിലോസഫി? തീർച്ചയായിട്ടും ഇതൊരു പുറത്തുള്ളൊരു സമൂഹത്തിനും, അത് ഇസ്ലാമിന് പുറത്തുള്ളവരാകാം,
ഇസ്ലാമിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തൊരു എന്തിനെത്ര കാലം പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒന്ന് വളരെ ബേസിക്കായിട്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ജീവൻ തന്നെ നോളേജാണ്. ഇപ്പോൾ ഫ്രാൻസ് റോസന്താളിൻ്റെ ഒരു വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, നോളേജ് ദി ട്രയംഫൻ്റ് എന്ന് പറഞ്ഞിട്ട്. 800-ലധികം ഡെഫിനിഷൻസ് എൽമിന് ദി നോളേജ്, എൽമ് എന്ന് പറഞ്ഞാൽ ദി നോളേജ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുസ്ലിം ലോകത്തെ അറിവിനെ കുറിച്ച് ഒരുപാട് അക്കാദമിക് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലെ പ്രൊഫഷണലൈസേഷൻ ഓഫ് നോളേജിനെ കുറിച്ച്, കുല്ലിയയെക്കുറിച്ച്, യൂണിവേഴ്സിറ്റി എന്ന പദം വന്നതിനെക്കുറിച്ച്, കോളേജ് വന്നതിനെക്കുറിച്ച്, ചെയർ വന്നതിനെക്കുറിച്ച്. ഇതൊരു വലിയ ലോകമാണ്. അപ്പോൾ യൂറോപ്പിന് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റീസിന് മുസ്ലിം ലോകം കൊടുത്തത്, അനീസ് മഖ്ദിസിൻ്റെ പുസ്തകമുണ്ട്. ഒരുപാട് പഠനങ്ങൾ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. ഈ പഠനങ്ങൾ വരാനുണ്ടായ പല കാരണം, ഒന്ന് ആധുനികവൽക്കരണത്തിൻ്റെ കാലത്ത് പഠനങ്ങൾ വന്നു. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം. അപ്പോഴാണ് അതുവരെ മതത്തിന് ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്നൊരു ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് പഠനങ്ങൾ വന്നു. 9/11 ശേഷം വീണ്ടും ഒരുപാട് പഠനങ്ങൾ വന്നു. പ്രധാനമായിട്ടും ഉലമ സെൻറ്റേർഡ് ആയിട്ടുള്ള, എന്താണ് ഉലമ പഠിക്കുന്നത്, മദ്രസകൾ എന്താണ്, ഈ മദ്രസ ഉലമ എന്നുള്ള. ഇപ്പോൾ മുഹമ്മദ് ഖാസിം സമാൻ്റെ അവരൊക്കെ അക്കാഡമിക് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉലമ ഓഫ് ദി കണ്ടംപററി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മദ്രസകൾ എന്താണ്, മേക്കിംഗ് ഓഫ് എ സ്കോളർ, എന്താണ് അവർ പഠിക്കുന്നത്, ആരാണ് അവർ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വലിയൊരു ചർച്ച. ഇതൊരു വലിയ ചർച്ചയുടെ ഭാഗമാണ്. അപ്പോഴും അതറിയാത്ത കുറേ ആളുകൾ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബേസിക്കായിട്ട് എല്ലായിടത്തുമുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ജനറൽ എഡ്യൂക്കേഷനിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മേഖലയിലും ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഫർള് ഐൻ എന്ന് വിളിക്കും. കമ്പൾസറി എഡ്യൂക്കേഷനാണ്. ഒരാൾക്ക് ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ആവശ്യമായ നിർബന്ധമായ അറിവ്. ഇപ്പോൾ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ അയാൾക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന് അംഗസ്നാനം ചെയ്യണം, അബിലൂഷൻ ചെയ്യണമെങ്കിൽ വെള്ളത്തെക്കുറിച്ച് അറിയണം, എങ്ങനെയാണ് വെള്ളം, അതൊക്കെ നോളേജാണ്. വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളത്തിന് ഏത് തരത്തിലാണ് അത് അതിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അത് ബൈഫോക്കേറ്റ് ഇങ്ങനെ ചെയ്ത് ഒരുപാട് ലെയറുകളിലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബേസിക് ആയിട്ടുള്ള നോളേജിനാണ് പ്രൈമറി എഡ്യൂക്കേഷൻ. അത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ മദ്രസ എന്ന് പറയും, ഉത്തരേന്ത്യയിലൊക്കെ മക്തബ് എന്ന് പറയും, പ്രൈമറി ലേണിംഗ് സെൻറ്റേഴ്സിൽ. അതൊരു മുസ്ലിം നിർബന്ധമായും പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഈ മദ്രസകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇവിടെ പ്രധാനമായിട്ടും മുമ്പ് പല രീതികളിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നു. പിന്നെ ഒരു ആലിം എന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അതിന് തന്നെ ഒരുപാട് ലെയറുകളുണ്ട്. ഈ 10-13 നൂറ്റാണ്ടുകളിലായി 14 നൂറ്റാണ്ടുകളിലായിട്ട് രൂപപ്പെട്ടു വന്ന ഒരുപാട് വിജ്ഞാന ശാഖകളുണ്ട്. ഈ ശാഖകളിൽ ഓരോ കാലഘട്ടത്തിലും അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ പണ്ഡിതന്മാരും അതിൽ ആ കാലഘട്ടത്തിൻ്റെ നീഡിനെ കൂടി മനസ്സിലാക്കിയിട്ട് ഡെസിമിനേഷൻ ഓഫ് നോളേജ് നടത്തിയിട്ടുണ്ട്, റിപ്രൊഡക്ഷൻ ഓഫ് നോളേജ് നടത്തിയിട്ടുണ്ട്, ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചകളുണ്ട്. അതിൽ അഡീഷൻ ചെയ്യുന്നവരുണ്ട്, അതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഒരു മുസ്ലിം സ്കോളർ എന്ന രീതിയിൽ ജനങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് സ്കോളേഴ്സിൻ്റെ ആവശ്യകതയുണ്ട്. അവിടെയാണ് മതസ്ഥാപനങ്ങൾ, ഉന്നത മതസ്ഥാപനങ്ങൾ, ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിന് വളരെ ഡീപ്പായിട്ട് ഓരോന്നിലും സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ട്. അതിനെ ഡീപ്പായിട്ട് പോകുമ്പോൾ എത്രയും തീരാത്തത്ര പഠന മേഖലയായിട്ട് പ്രത്യേകിച്ച് അതിനെ ഇങ്ങനെ കേൾക്കുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെ നീഡ് അനുസരിച്ച് വീണ്ടും അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉസ്താദ് ഈ എഡ്യൂക്കേഷൻ എനിക്ക് തോന്നുന്നു 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്ത്. ഇപ്പോൾ ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, റിലീജിയസ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ചർച്ച തുടങ്ങാം. നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഏകദേശം നബിതങ്ങളുടെ കാലം മുതലുണ്ട് എന്ന് പറയപ്പെടുന്നു. 8-ാം നൂറ്റാണ്ട് മുതലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 8-ാം നൂറ്റാണ്ട് മുതൽ ഒരു സമസ്തയുടെ ഒരു വരവ് വരുന്നത് വരെ, ഒരു 19-ാം നൂറ്റാണ്ട് വരെ എങ്ങനെയായിരുന്നു ഇവർ ഈ വൈജ്ഞാനിക പാരമ്പര്യത്തെ കൈമാറ്റം ചെയ്തത്? ഇതിൻ്റെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തൊക്കെ ഫോം ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ലേണിംഗ് ആണ് ഉണ്ടായിരുന്നത്? ബേസിക്കായിട്ട് എപ്പോഴും ഒരു ഉത്ബോധനങ്ങൾ തന്നെയാണ് ബേസിക്കായിട്ട് വരുന്നത്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഉത്ബോധനങ്ങൾ. പിന്നീട് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പള്ളി സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഓരോ ആലിമീങ്ങളും അവരുടെ പെൺമക്കൾക്കോ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ അവരുൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലേക്ക് അതിങ്ങനെ വിപണനം ചെയ്യപ്പെടുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പർപ്പസായിട്ട് പറയുന്നത്, ആയിഷ ബീവി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം 40-ലധികം വർഷം ജീവിച്ചു. അതൊരു ഈ എൽമിൻ്റെ പാരമ്പര്യം കൈമാറ്റം ചെയ്യുക. അപ്പോൾ അവരുടെ ഹുജ്റയിൽ 25-ലധികം ലേഡീസ് സ്കോളേഴ്സ് പഠിച്ചിരുന്നു. അവർ പല ഭാഗത്തായിട്ട് ചെയ്തു. ഇപ്പോൾ ഹംന ബിന്ത് അബ്ദുറഹ്മാനാണ് റളിയല്ലാഹു അൻഹയാണ് ഖുർആൻ ഇത് ചെയ്യുമ്പോൾ, ഹദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ഇമാം സുഹൈർ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഫീമെയിൽ സൈഡിലാണെങ്കിലും മെയിൽ സൈഡിലാണെങ്കിലും അറിവ് വിപണനം ചെയ്യുന്ന ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാരമ്പര്യം എല്ലായിടത്തുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും പോകുമ്പോഴും പലയിടങ്ങളിലും അതിന് സ്ട്രക്ചേർഡ് ആയിട്ട് വരുന്നുണ്ട്. കേരളീയ സമൂഹം ഇപ്പം സമസ്തയൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് അതിനെ പുതിയ സ്ട്രക്ചറിലേക്ക് നിർബന്ധിതമായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ സ്കൂൾ വന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലാണ്. അതിൻ്റെ മുമ്പൊക്കെ ചില സ്ഥലത്തൊക്കെ വന്നു വ്യാപകമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതേ സ്ട്രക്ചർ വേറെ ഏരിയയിലേക്കും വരും. ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 3 തരത്തിലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓത്തുപള്ളികളായിട്ടുണ്ടായിരുന്നു. മുല്ലാക്കന്മാർ അവരുടെ ഓത്തുപള്ളികൾ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു വന്നിരുന്ന വയല് പരമ്പരകളുണ്ടായിരുന്നു. അതാണ് ഒരു വളരെ പ്രധാനമായിട്ട് ഒരു നടന്നു വന്നിരുന്ന ഒരു ഓരോ സമൂഹത്തിൻ്റെ ഇടയിലും ഇങ്ങനെ വയല് പരമ്പരകൾ ഇങ്ങനെ നടന്നു വന്നിരുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഈ വയല് പരമ്പരകളാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഓത്തുപള്ളികൾ, ഈ ഒരു സ്ട്രക്ചറായിരുന്നു പ്രധാനമായിട്ടുമുള്ള ഒരു പ്രാഥമിക വിജ്ഞാനത്തിൻ്റെ ശൈലികളെ ആളുകളിലേക്ക് വിപണനം ചെയ്യപ്പെടുന്ന രീതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വൈജ്ഞാനിക കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും ഓത്തുപള്ളികൾ കേന്ദ്രീകരിച്ചും പിന്നെ ഈ വയല് പരമ്പരകൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രഡീഷനിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവരുന്നത് സമസ്തയാണ്. സമസ്ത വരുന്നൊരു കോണ്ടെക്സ്റ്റിന് വളരെ നിർണായകമാണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മലബാർ കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾ ഫൈനാൻഷ്യലാണെന്നുണ്ടെങ്കിലും സാമുദായികപരമായിട്ടും പിന്നോക്ക വ്യവസ്ഥയിൽ നിൽക്കുന്നൊരു സമയം. പിന്നെ ബ്രിട്ടീഷ് അധിനിവേശ ഭരണത്തിനോട് അതിൽ നിന്ന് ഒരു മോഡേണിറ്റി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നു. പിന്നെ ഇസ്ലാമികമായിട്ട് തന്നെ റിഫോമിസ്റ്റ് സ്കൂളുകൾ ഇങ്ങോട്ട് വരുന്നു, സലഫിസം വരുന്നു. അപ്പോൾ ഒരു പാരമ്പര്യത്തെ ചോദ്യം പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് സമസ്ത എന്ന് പറയുന്നത് തന്നെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ആ ഒരു അവസ്ഥക്ക്. പിന്നെ ആ സമസ്തയിൽ ഒരുപാട് സെക്ടറിൽ സമസ്ത ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സമസ്ത ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിനെ, മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സമസ്ത കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പോൾ സമസ്ത വരുന്നത് 1925-26 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതിനു മുമ്പ് തന്നെ പാരമ്പര്യ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 പ്ലാറ്റ്ഫോമിലായിട്ട് വേണമെങ്കിൽ മോഡേണിസ്റ്റ് പ്ലാറ്റ്ഫോമിലും ട്രഡീഷണലിസ്റ്റ് പ്ലാറ്റ്ഫോമിലും ആയിട്ടുള്ള ഒരു രീതി നമുക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ കാണാം. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ പാരമ്പര്യം കിടക്കുന്നത് പൊന്നാനിയിലെ മഖ്ദൂമികളുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. അവരിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ അതേസമയം നമ്മൾ മലബാർ, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മലബാർ ഭാഷാടിസ്ഥാനത്തിലല്ല, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. അവിടെയാണ് വേലൂർ ബാക്കിയാത്ത് സ്വാലിയാത്ത് ഉള്ളത്. വേലൂർ ബാക്കിയാത്ത് സ്വാലിയാത്തിലേക്ക് ഒരു പുതിയ സ്ട്രക്ചർ കൊണ്ടുവരുന്നത് ദാറുൽ ഉലൂം ദൈവബന്ദിൽ നിന്നൊക്കെ വന്നൊരു സ്ട്രക്ചറാണ്. ദാറുൽ ഉലൂം ദൈവബന്ദ് പഴയ സിസ്റ്റത്തെ മാറ്റിയിട്ട് പ്രൈമറി സെക്ടറിലാണെങ്കിലും, കാരണം നിങ്ങൾ ഉത്തരേന്ത്യയിലെ മദ്രസകളിലൊക്കെ വന്നാൽ പ്രൈമറി സെക്ഷൻ മുതൽ പലയിടത്തും തുടങ്ങും. കാരണം അവർക്ക് വ്യവസ്ഥാപിതമായ മദ്രസ സിസ്റ്റോ മക്തബ് എന്നുള്ള കേവലം വളരെ പ്രൈമറി ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട്. അപ്പം അവർ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തെ അവർ അഡോപ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ച് ബാർബറ മെഡ്കഫിൻ്റെ ഒക്കെ പഠനങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഒരുപാട് ഇടങ്ങളിലേക്ക് പോയി. പിന്നെ മുല്ല നിസാമുദ്ദീൻ്റെ ആ ഒരു ഫറങ്കിമാൽ പണ്ഡിതന്മാരുടെ ഒരു സ്വാധീനം, അവരുടെ ഒരു യാത്രകൾ, പിന്നെ മുല്ല ബഹറുൽ ഉലൂം ഇവിടെ ഹൈദരാബാദിൽ നിസാമിയെ സ്ഥാപിച്ചു, ചെന്നൈയിൽ സ്ഥാപിച്ചു. അങ്ങനെ വേലൂർ ബാക്കിയാത്ത് സ്വാലിയാത്തിൽ വന്നു. ആ കാലഘട്ടത്തിൽ വേലൂർ ഒരു സ്ഥാപനം, ഒരു സ്ട്രക്ചേർഡ് സ്ഥാപനം വന്നപ്പോൾ പൊന്നാനിയിലെ ഒരു സനത് വാങ്ങുന്നിടത്ത് നിന്ന് വേലൂരിലേക്ക് ഒരുപാട് ആളുകൾ പോയിരുന്നു. അപ്പോൾ ആ പോയ പണ്ഡിതന്മാരാണ് കേരളത്തിൽ ആദ്യകാലത്ത്, ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആദ്യകാലത്തെ പ്രധാന പണ്ഡിതന്മാർ. സംസ്ഥയുടെ ഏകദേശം എല്ലാ നേതാക്കന്മാരും വേലൂർ ബാക്കിയാത്ത് സ്വാലിയാത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സ്ട്രക്ചറിനെ കേരളത്തിലേക്ക് സ്ട്രക്ചർ മാറ്റം കൊണ്ടുവരുന്നത് ചാലിലകത്ത് കുഞ്ഞമ്മദ് പോലത്തെ ആൾക്കാരാണ്. ഇപ്പോൾ മദ്രസ എന്നുള്ള പേരിൽ തന്നെ ഇപ്പോൾ മദ്രസൽ മുഹമ്മദിയ സ്കൂൾ വന്നു, ചാലിയത്ത് മദ്രസ വന്നു, മദ്രസ തന്മിയത്തുൽ ഇസ്ലാം. മദ്രസ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് തന്നെ ഒരു പുതുമയുള്ള സംഗതിയായിരുന്നു അന്നത്തെ കാലത്ത്. മദ്രസ എന്നുള്ള പേര് തന്നെ ഒരു 80-കൾ 90-കളിൽ 1910 ഉള്ളിലൊക്കെ ഒരുപാട് മദ്രസ എന്നുള്ള പേര് അഡോപ്റ്റ് ചെയ്യുന്നത് കാണാം. 1907, 1908 കാലത്താണ് ചാലിലകത്ത് കുഞ്ഞമ്മദാജി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതും വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ കീഴിൽ പുതിയ സിസ്റ്റം നടപ്പിലാക്കുന്നതും ഈ ക്ലാസ് റൂം സ്ട്രക്ചർ സിസ്റ്റമൊക്കെ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഒരുപാട് മുല്ലാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഓത്തുപള്ളികൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഓത്തുപള്ളികൾ ഓതി പഠിപ്പിക്കുക എന്നുള്ള സംഗതിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആണ് ഈ പ്രാഥമിക മതപഠനത്തുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സംസ്ഥ ഓർഗനൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചാലിലകത്ത് കുഞ്ഞമ്മദാജി ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്നത്തെ കാലത്തുള്ളൊരു എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഇൻഹറൻറ്റ് ക്വാളിറ്റി ആണെന്ന് ഞാൻ പറയും. നമുക്ക് വേണമെങ്കിൽ പിന്നെ വിശദീകരിക്കാം. അതൊരു പുതിയതിനെ കാണുമ്പോൾ
കംപ്ലീറ്റ് പോയിട്ട് എതിർക്കുകയോ കംപ്ലീറ്റ് സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇത് പറ്റൂലേ എന്നുള്ള ഒരു ബിദഅത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇത് ബിദഅത്തോ ഹസനയാണോ സയ്യാണോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നിട്ട് ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ഒരുപാട് കാലം നീണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഓപ്പോസ് ചെയ്യുന്നവർക്ക് അവരുടേതായ ചില ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മദ്രസ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ഒന്ന് ദർസിന് വേണ്ടി വഖഫ് ചെയ്തിട്ട് ഇങ്ങനെ കോളേജ് നടത്താൻ പറ്റുമോ? ഉദാഹരണം, അതൊരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുള്ള ചോദ്യമായിട്ട് കാണാം. പഴഞ്ചൻ ചോദ്യമായിട്ട് തന്നെ ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബോർഡും എഴുതുമ്പോൾ ചോക്ക് പൊടി താഴെ വീണ് പോകുന്നത്, ഖുർആൻ എഴുതിയത് താഴത്ത് വീണ് പോയാൽ അതിൻ്റെ ബഹുമാനം നഷ്ടപ്പെടൂലേ, ഹുർമത്ത് നഷ്ടപ്പെടൂലേ? അപ്പോൾ അങ്ങനെ ചൊല്ലിയിട്ട് ചോദ്യം ചോദിച്ചവരുണ്ട്, അതിനെ കളിയാക്കിയിട്ട് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരുപാട് ഡിസ്കഴ്സീവ് ട്രഡീഷൻ എന്ന് തലാൽ അസദൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്, ഒരു ഡിസ്കഷൻസ് വരും. അപ്പോൾ അതേപോലത്തെ ഒരു ചർച്ചകൾ വ്യാപകമായിട്ട് വന്നിരുന്നു ഈ 1900-ൻ്റെ തുടക്കത്തിൽ, 1910-20കളിലൊക്കെ. ഇതിൻ്റെ ഇടയിലാണ് 1921 സംഭവിക്കുന്നതും അതിന് ശേഷമുള്ള കേരളത്തിലെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ, മുസ്ലിം സമൂഹത്തിൻ്റെ പുതിയ ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നതും ട്രഡീഷണലിസ്റ്റ് മോഡേണിസ്റ്റ് പ്ലാറ്റ്ഫോമുകളിലായിട്ട് ആധുനിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നൊക്കെ. അവിടെയാണ് സമസ്ത രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സമസ്തൻ്റെ മുമ്പിലുള്ള വളരെ പ്രൈമറി ആയിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് മതവിദ്യാഭ്യാസത്തിന് മതവിദ്യാഭ്യാസം സമൂഹത്തിലുണ്ടാവുക, സമൂഹത്തിൽ മതബോധം നിലനിർത്തുക. പിന്നെ ഇതിനെ ചലഞ്ച് ചെയ്യുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അവർ കണ്ടിരുന്നത്, ഒന്ന് ക്രിസ്ത്യൻ മിഷണറി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യൻ മിഷണറി വ്യാപകമായിട്ട് കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിൻ്റെ എഫക്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. ക്രിസ്ത്യൻ മിഷണറി അവരുടെ മതം പ്രചരിപ്പിക്കുന്നു, പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റിയുടെ ഇടയാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതിനെ ചലഞ്ചായി കണ്ടു. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ അവരുടെ കൾച്ചറിനെ, ഒരു ക്ലബ്ബ് കൾച്ചർ, ഡ്രിങ്കിങ്, അതൊക്കെയുള്ള ഒരു ആധുനിക കൾച്ചറിനെ അവർ പ്രചരിപ്പിക്കുന്നു, അതൊരു ചലഞ്ചായിട്ട് കണ്ടു. പിന്നെ മതനിരാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതം നിഷേധിക്കുന്നവരുടെ ഒരു കൾച്ചർ അതിൻ്റെ പിന്നാലെ വന്നു. അതോടൊപ്പം തന്നെ മതത്തിൻ്റെ അകത്ത് മതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചലഞ്ചും, നടപ്പ് രീതികളെ അല്ലെങ്കിൽ പാരമ്പര്യ സമൂഹം നിലനിന്നിരുന്ന ആചാരമര്യാദകളെ, ചിന്താശാസ്ത്ര രീതികളെ ചോദ്യം ചെയ്യുന്നൊരു. അപ്പോൾ ഈ ചലഞ്ചുകളൊക്കെ നേരിടുന്നൊരു ഇതായിരുന്നു സംസ്ഥയുടെ മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1947 വരെയുള്ള ആ പള്ളി ദർസുകൾ ഒരു ഭാഗത്തുണ്ട്, മല്ലാക്കന്മാരുടെ ഒത്തുപള്ളി സിസ്റ്റംസ് ഒരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ ഇടയിൽ സംസ്ഥ ആദ്യത്തെ 10-20 വർഷങ്ങൾ ചെയ്തത് വ്യാപകമായിട്ടുള്ള സമ്മേളനങ്ങളും ഇതൊക്കെ ആയിട്ട് ജനങ്ങളുടെ അവയർനെസ് നടത്തുകയായിരുന്നു ചെയ്തത്. പിന്നെയാണ് 1947 ഈ സ്വതന്ത്രത്തിൻ്റെ ചിന്തകൾ വരുന്ന സമയത്താണ് മദ്രാസ് പ്രസിഡൻസി കീഴിലാണ്. അപ്പോൾ രാജഗോപാലാചാരി ആയിരുന്നു അന്നത്തെ ഗവർണർ. അപ്പോൾ അദ്ദേഹം ഈ 1921 ശേഷം ഉണ്ടായ ഒരു മാറ്റം, നമ്മൾ മാപ്പിളമാർ എന്തുകൊണ്ട് റിവോൾട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവർ സ്കൂൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു കണ്ടെത്തൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓത്തുപള്ളികൾ മാപ്പിള സ്കൂളുകളായിട്ട് അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. പല ഓത്തുപള്ളികളെയും മാപ്പിള സ്കൂളുകളായിട്ട് മാറ്റി. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ മതം പഠിപ്പിക്കാനുള്ള അവസരം കൊണ്ടുവന്നു, മുസ്ലിംസിനെ സ്കൂൾ പഠനത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുത്ത 10-20 വർഷം തുടർന്നു. 1947 ആകുമ്പോഴേക്ക് രാജഗോപാലാചാരി പറയുന്നത്, ഇനി സ്കൂളുകളിലെ മതപഠനം നിർത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാര്യവട്ട സമ്മേളനത്തിൽ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പണ്ഡിതന്മാരൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു, നമ്മൾ സിസ്റ്റം ഉണ്ടാക്കണം, ഇനിയിപ്പോൾ സ്കൂൾ വരുമ്പോൾ സ്കൂളിന് തടസ്സമാകാത്ത രീതിയിൽ മതപഠനത്തിനുണ്ടാവണം. അപ്പോൾ സമസ്ത വളരെ ഗൗരവമായിട്ട് തന്നെ ഉസ്മാൻ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനുവേണ്ടി രംഗത്തിറങ്ങി. 1951 വടകര നടന്ന ബുസ്താനുലും മദ്രസയിൽ നടന്ന ഇതിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾ ഒറ്റക്ക്, ഞാനൊക്കെ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്, ഒരാൾ ഒറ്റക്ക് നടത്തുന്നൊരു മദ്രസ ഓരോ നാട്ടിൽ 2-3 ഉണ്ടാവും. അവിടെ നിന്ന് നാട്ടിൻ്റെ ഒരു പൊതു സ്വത്തായിട്ടുള്ള ഒരു മഹല്ല് നടത്തുന്ന, കമ്മിറ്റി നടത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഇതിന് എന്നാൽ എല്ലാവർക്കും പ്രാഥമികമായ നിർബന്ധമായ ഫർള് ഐനായ മതപഠനം നടത്തുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതിൻ്റെ പിന്നിൽ ഒരു ഒബ്ജക്റ്റീവ് നേടുക എന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു സേവനം സമസ്ത വളരെ വലിയ രീതിയിൽ സംസ്ഥയുടെ പണ്ഡിതന്മാർ ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ മതപഠനം നടത്തുന്ന ലോകത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുകയും പഠിക്കുകയും എൻ്റെ ഒരു MPhil പഠനം ഇതായിരുന്നു. അപ്പോൾ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഘട്ടം അതിന് പുതിയ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വളരെ ഫുൾ പ്രൂഫാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് സംസ്ഥയുടെ പണ്ഡിതന്മാർ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു, ഉസ്താദിൻ്റെ തിസീസ് വർക്കായിരുന്നു ഇത് എന്നുള്ളത്. ഓഡിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു സംസാരത്തിൽ സമസ്ത ചരിത്രപരമായിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സൊസൈറ്റിയിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ. പക്ഷെ അതിലിപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു മോഡേണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മോഡേൺ ടെക്നോളജി വരുമ്പോൾ സമസ്ത അതിനോട്
എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളൊരു സമീപന രീതി ഉണ്ട്, സമസ്തൻ്റെ മെത്തഡോളജി ഉണ്ട്. അതിലൊരുപാട് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ സമസ്ത ആദ്യ കാലങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ടെക്നോളജിക്കൽ ടൂളാണ്. ഇപ്പോൾ നമുക്ക് വാച്ചിൻ്റെ വിഷയത്തിലാണെങ്കിൽ, മൈക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ, ഇങ്ങനെ പല വിഷയത്തിലും ഒരു പിന്തിരിപ്പൻ മനോഭാവം സമസ്ത എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒരു പാരമ്പര്യ പിന്തിരിപ്പൻ സ്വഭാവമുള്ള ഒരു വിഭാഗമാണ്, ഈ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയാണ് സമസ്ത എന്ന് പറയുന്നത്. അപ്പോൾ സമസ്തൻ്റെ ഇത്തരത്തിൽ എങ്ങനെയാണ് ആധുനികതയോട് സമസ്ത എൻഗേജ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അതിലുള്ള ഒരു മെത്തഡോളജി എന്താണ്? സമസ്ത എന്ന് മാത്രമല്ല, പാരമ്പര്യ സമൂഹം ലോകത്ത് മുഴുവനും, പ്രത്യേകിച്ചും മുസ്ലിം പാരമ്പര്യ സമൂഹം. ഇനി ഞാൻ പാരമ്പര്യം എന്ന് പറഞ്ഞില്ല, ഇസ്ലാമിന് പൊതുവെ അത് നമ്മൾ സമസ്തയുടെ ഒരു പാരമ്പര്യത്തിലാണ് അതിനൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഇങ്ങനൊരു മെത്തഡോളജി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലോകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ കാലികമായ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ 6-ാം നൂറ്റാണ്ടിലേതാവില്ല, 10-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ, 21-ാം നൂറ്റാണ്ടിൽ കാലികമായി മാറ്റങ്ങളുണ്ടാവും. സാങ്കേതികമായ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതൊരു സാങ്കേതികമായ മാറ്റമാണ്. കിബില ഫൈൻഡിങ് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ കിബില ഫൈൻഡിങ് ചെയ്യുന്നത്. ഓരോ സാധനത്തിനും സാങ്കേതികമായ മാറ്റങ്ങളുണ്ടാവും. പ്രാദേശികമായ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഓരോ പ്രദേശത്തും ആ പ്രദേശത്ത് രൂപപ്പെട്ട ആചാരമര്യാദകളുണ്ടാവും. മൈക്ക് വരുന്നത് മാത്രമല്ലല്ലോ, ഓരോ പ്രദേശത്തിൻ്റെ രൂപങ്ങളിൽ വ്യത്യാസങ്ങളിലൊക്കെ ഉണ്ടാവും. ഈ അതുപോലെ തന്നെ നിർമ്മിതികളിൽ, ആർക്കിടെക്ചറിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇസ്ലാമിന് ഇൻഹറൻ്റായ ഒരു ക്വാളിറ്റി, എല്ലാ ഈ മാറ്റങ്ങളോടൊക്കെ എങ്ങനെയാണ് സക്രിയമായി പ്രതികരിക്കേണ്ടത്, കൃത്യമായി ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയാത്തിടത്ത് പുതിയൊരു സംഗതി, പുതിയൊരു ലോകത്തേക്ക് വരുന്നു, പുതിയൊരു നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഇന്നോവേഷൻസ് കാണും, അല്ലെങ്കിൽ അവിടെയുള്ള ഇതിനോട് വരും. അപ്പോൾ അതിന് ലോകത്ത് രൂപപ്പെട്ടു വന്ന ഒരുപാട് സംഗതി. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പള്ളികളൊക്കെ അമ്പലത്തിൻ്റെ സ്ട്രക്ചറാണ്. അത് നമ്മളിപ്പോൾ നമ്മൾ അമ്പലം അഡോപ്റ്റ് ചെയ്തു എന്ന് പറയും. എല്ലാം നമ്മളിപ്പോൾ ഈ പാരച്ചൂട്ട് പള്ളികൾ വരുന്നതിന് മുമ്പ് ഫുള്ള് അമ്പലം സ്ട്രക്ചറാണ്, ഫുള്ള് പള്ളികൾ. ഇപ്പോഴും കുറേയൊക്കെ ബാക്കിയുണ്ട്, കുറേ ആൾക്കാരൊക്കെ അത് കൺസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഇവിടെയൊക്കെ പോയാൽ ബുദ്ധവിഹാരങ്ങളുടെ മോഡലായിരിക്കും. ഇപ്പോൾ സയ്യിദ് ഇബ്നു അബീ വഖാസ് പള്ളി, ചൈനയിലെ പള്ളിയൊക്കെ ബുദ്ധവിഹാരങ്ങളുടെ മോഡലാണ്. നിങ്ങൾ യൂറോപ്പ് പോയാൽ ചർച്ചിൻ്റെ സ്ട്രക്ചറിലായിരിക്കും പള്ളി ഉണ്ടാവുക. അഥവാ അവിടെ ആരാധനാലയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ആരാധനാലയം എന്ന കൺസെപ്റ്റിലേക്ക് ഇസ്ലാമിൻ്റെ ആരാധനാ ബോധത്തെ ചേർക്കുകയും, അപ്പോൾ അവിടുത്തെ മേസൻസാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ പഴയ ഹിന്ദു ആശാരിമാരാണ് ഇവിടുത്തെ പള്ളികളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരിക്കലും ആ സ്ട്രക്ചറിനെ ഹറാമായിട്ട് കാണുകയോ ആ മണ്ണിനോട് ചേരുന്ന ഒരു ഫ്രണ്ട്ലി ഇസ്ലാമിനെയാണ് എല്ലായിടത്തും അനുഭവിച്ചത്. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, ഇവിടെ ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് വന്ന് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് ഹറാമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ പറഞ്ഞ് സ്വീകരിച്ചോളൂ എന്ന് പറയുന്നതിനപ്പുറം ഇന്നതൊക്കെ ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂല്യങ്ങളിൽ നിന്ന്, ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന്, ബാക്കി അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇന്ന് ചില ആളുകൾ തെറ്റായിട്ട് ഇസ്ലാമൈസ് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ അവിടെ ആചാരങ്ങളുണ്ടാവും. ഇപ്പം ജനനത്തോടനുബന്ധിച്ച്, മരണത്തോടനുബന്ധിച്ച്, വിവാഹത്തോടനുബന്ധിച്ചൊക്കെ ഒരുപാട് ആചാരമര്യാദകളുണ്ടാവും. അപ്പോൾ പലതിനെയും ആ ഒരു നാട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നിടത്തും തിരസ്കരിക്കുന്നിടത്തുമുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. അതിന് ഇസ്ലാമൈസ് ചെയ്യും. ഇസ്ലാമികമായ എന്തൊക്കെ ചിന്തകൾ, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്താമുത്താമാവാം, സിലത്തുൽ ജാറാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടാവും. കാലികമായ മാറ്റങ്ങളെ അതുപോലെ തന്നെയാണ്. ഒരു കാലത്ത് ഇല്ലാത്തതുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ 10 വോള്യമുള്ള തോഫ ഉണ്ടാകുന്നു? 13-ാം നൂറ്റാണ്ടിൽ ഇമാം നവവി രചിച്ച ഒരു ചെറിയ ഗ്രന്ഥത്തിന് 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി 10 വോള്യങ്ങളിലായിട്ട് എന്തുകൊണ്ട് അതിനെ വലിയ ബൃഹത് ഗ്രന്ഥമാക്കി മാറ്റുന്നു? കാലികമായ മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ തുഹഫയിലെ തുടക്കത്തിൽ ഉമ്പൂബത്ത് മായിൻ്റെ മസല കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മസല വരേണ്ടി വരുന്നത്? ഇപ്പോൾ അന്ന് ഗാർഡൻ ടോംബുകളും ഗാർഡൻ മസ്ജിദുകളും ഗാർഡൻ പാലസുകളൊക്കെ ഉള്ള സഫവിദ്, ഉസ്മാനി, മുഗളൻ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ലോപ്പുള്ള വെള്ളങ്ങൾ കാണാൻ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ അതിൽ മുകളിലുണ്ടായ താഴെ ഉണ്ടായ മുകളിൽ നെസ് ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റ്, അല്ലാതെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നെസ് ഉണ്ടെങ്കിൽ മുകളിൽ നെസ് ഉണ്ടോ എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല. അപ്പോൾ ആ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കാലികമായ മാറ്റങ്ങളുണ്ടാവും, സാങ്കേതികമായ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുക. ചില ആളുകൾ പറയും ഇന്ന രീതിയിലാണെങ്കിൽ പറ്റും, ഇന്ന രീതിയിലാണെങ്കിൽ പറ്റില്ല. ഈ ഡിസ്കഷൻ വളരെ ഹെൽത്തി ഡിസ്കഷനാണെന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളുടെ ഫ്രാൻസിസ് റോബിൻസൻ്റെ ഒരു പുസ്തകമുണ്ട് ഇന്ത്യയിലെ ഉലമയെ കുറിച്ചിട്ടുള്ള. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ പ്രിൻറ്റിംഗ് പ്രസ് സ്വീകരിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച. അഥവാ 16-ാം നൂറ്റാണ്ടിൽ ഗുട്ടൻബർഗ് നമ്മൾ ഫസ്റ്റ് GK ആണല്ലോ അത്. പക്ഷേ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ബാക്കിയുള്ളവരൊക്കെ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയിരുന്നു, പ്രിൻറ്റിംഗ് പ്രസ് ഉപയോഗിച്ചിരുന്നു.
ഔറംഗസീബിൻ്റെ കൊട്ടാരത്തിൽ വന്ന ഒരു ഫ്രഞ്ചുകാരൻ പ്രിൻ്റ് ചെയ്ത പേപ്പർ കൊണ്ടുവന്നു, പക്ഷേ ഔറംഗസീബ് അതിൽ ആകർഷണമായില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് പ്രിൻറ്റിംഗ് പ്രസ് സ്വീകരിച്ചില്ല? പിന്നെ ഇന്ത്യയിൽ ആണ് മുസ്ലിങ്ങൾ വ്യാപകമായി പ്രിൻറ്റിംഗ് പ്രസ് ആദ്യം സ്വീകരിച്ചിട്ട് പുസ്തകങ്ങൾ അടിക്കാൻ. അപ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകങ്ങൾ കൂടുതൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്. അതിന് മുമ്പ് ഇസ്ലാമിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ഓഫ് നോളജിൽ ഇജാസത്ത് ഒരു ഉസ്താദ് വായിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്, എന്നിട്ട് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ 100 സഹീഹുൽ ബുഖാരി അച്ചടിച്ചിട്ട് വിതരണം ചെയ്യുന്നതിനൊരു പ്രസക്തിയില്ല. ഈ ഒരു സിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്താൽ പറ്റൂല എന്നുള്ള ഡിസ്കഷൻ 2-3 നൂറ്റാണ്ട് നീണ്ടുന്നു. വാച്ചിൽ സമയം നോക്കാൻ പറ്റുമോ? അതുവരെ നിന്നത് ഈ സൂര്യചന്ദ്രങ്ങളുടെ ഇതിനനുസരിച്ചായിരുന്നു. കോഫി പറ്റുമോ? ഇങ്ങനെ ഓരോ സംഗതി വരുമ്പോൾ അതൊരു ചില ആളുകൾ പറയും ഇത് പഴഞ്ചൻ ചർച്ച, എന്തിനും പറ്റൂല എന്നുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഗതി. അതുകൊണ്ടാണ് എല്ലാവരും മസലകളും ചർച്ചകളും ചിന്തകളും രൂപപ്പെടുന്നത്. ഇതൊരു ട്രഡീഷണലിസത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു പഴഞ്ചത്തരല്ല, അതിനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ മൈക്കിനെ കുറിച്ചിട്ട് കേരളത്തിൽ മാത്രമൊന്നുമല്ല മൈക്ക് പറ്റില്ല എന്നല്ല, പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ട്, ഇന്തോനേഷ്യയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പം ചില പണ്ഡിതന്മാർ അതിൻ്റെ സാങ്കേതികതയെ ചർച്ച ചെയ്യും. ഇത് ഒറിജിനൽ സൗണ്ടാണോ? ഇപ്പോൾ ഒരു ഇമാമിന് നമുക്കിപ്പോൾ ഹുത്തുബ കേൾപ്പിക്കുക എന്നുള്ളതുണ്ട്, 40 ആൾ കേൾപ്പിക്കുക. അപ്പോൾ അത് ടെക്നിക്കലി നടക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ ഇതൊരു എൽമിൻ്റെ ഭാഗവും കൂടിയാണ്. ഇങ്ങനത്തെ കുറേ ചർച്ചകൾ പണ്ഡിതന്മാരൊക്കെ നടത്തും അതിൻ്റെ പ്യൂരിറ്റിക്ക് വേണ്ടി, ക്രിസ്റ്റൽ കെയറിന് വേണ്ടി. നമ്മളിപ്പോൾ ലീഗൽ ഓപ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇത് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു സംഗതി വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഭാഷ എന്നുള്ള നിലക്കല്ല എതിർക്കുന്നത്. അന്ന് തന്നെ ആ ഭാഷ പഠിച്ചവരൊക്കെ കൂടെ ഉള്ളവരുണ്ട്, പക്ഷെ അത് ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ്, വേറെ സംസ്കാരത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ ക്രമേണ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാറിയിട്ട് വരുന്നുണ്ട്. ഇത് 90കളിൽ അഫ്ളൽ ഉലമൻ്റെ സിലബസ് മാറുന്ന സമയത്ത് ഇവിടുത്തെ സുന്നി സ്ഥാപനങ്ങൾ മുഴുവൻ അഥവാ അതിനെ ഈക്വലായിട്ട് അംഗീകരിക്കുന്ന ഒരു ചരിത്രം അത് പഠിച്ചാൽ മനസ്സിലാകും. അന്ന് ഇവിടുത്തെ മുജാഹിദ് സ്ഥാപനങ്ങളൊക്കെ ഇംഗ്ലീഷുള്ള സിലബസിനെ എതിർത്തു. ചിലപ്പോൾ ഇനിയിപ്പോൾ 10-20 വർഷം കഴിഞ്ഞിട്ട് 90കളിലെ മുജാഹിദ് സ്ഥാപനങ്ങൾ ഇംഗ്ലീഷുള്ള സിലബസിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ കണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. ഞാൻ പറയും അവർ പറഞ്ഞത് അന്ന് 210 മാർക്കിന് SLC പാസ്സായിരുന്ന കുട്ടികൾ മാത്രമാണ് അവരെ അഫ്ളലുൽമ പഠിക്കാൻ വരിക, അവർക്ക് ഇംഗ്ലീഷുള്ള സിലബസ് താങ്ങൂല എന്നുള്ളത് അവർ കാരണം പറഞ്ഞത്. അതുകൊണ്ടാണ് കുറേ കാലം 2 സിലബസ് ആയിരുന്നു ഓടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കോണ്ടക്സ്റ്റിനനുസരിച്ചുള്ള ഒരു എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികവും ഒരു മാറ്റർ ഓഫ് ടൈം ആയിരിക്കും. നിങ്ങളിപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തെ എതിർത്തവർ, സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്തവർ, ഇതൊക്കെ നമ്മൾ ഈ ഒരു 5, 20, 10, 30, 40 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന ചർച്ചകളാണ്. സോ മാറ്റർ ഓഫ് ടൈം ആയിരിക്കും. നിങ്ങൾ പഴഞ്ചന്മാരെ എതിർത്തില്ലെന്ന് വെച്ചാൽ ഈ ഒരു ഇടയിൽ നടക്കുന്നതാണ് അതിൻ്റെ സൂക്ഷ്മത. ഇപ്പം 1930കളിലും 40കളിലും 50കളിലൊക്കെ സമസ്തൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ മതബോധത്തെ അരക്കിട്ടുറപ്പിക്കുക. കേരളത്തിലെ പാരമ്പര്യ പണ്ഡിത സമ്മേളനം മതവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ബാക്കിയുള്ളതിനെ കൺസേൺ ചെയ്യുന്ന കുറേ ആൾക്കാർ, അത് പ്രൈമറി സംഗതിയായിരുന്നില്ല. പക്ഷേ ഒബ്ജക്റ്റീവിലുണ്ട് മതത്തെ എതിർക്കാത്ത, മതബോധത്തെ നിരസിക്കാത്ത മറ്റു ഭൗതിക വിദ്യാഭ്യാസത്തെയൊക്കെ ഞാൻ സംസ്ഥാനത്തിൻ്റെ ഒബ്ജക്റ്റീവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോൺഫിഡൻസ് വന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും ഭൗതിക വിദ്യാഭ്യാസത്തെ കൂടുതലായിട്ട് കൊണ്ടുവരാനും മതസ്ഥാപനങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാനും കഴിഞ്ഞ 30-40 വർഷമായിട്ട് മറ്റാരും ചെയ്യാത്തതിനേക്കാളും വലിയ തരത്തിൽ അതിന് കൊണ്ടുവരാൻ. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ ഈ ഒരു സമീപനമാണ്, എടുത്ത് ചാടിയിട്ട് ചെയ്യൂല, ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഡിസ്കഷൻസ് നടക്കും. പറ്റുമെന്ന് പറയുന്നവരുണ്ട്, പറ്റൂല എന്ന് പറയുന്നത്, ഇന്നതുകൊണ്ട് പറ്റുന്ന പറയുന്നത്. ഇതൊരു മെത്തഡോളജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതൊരു പഴഞ്ചത്തരല്ല. ഈ ഒരു മെത്തഡോളജിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നുന്നു, ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ഒരു ആധുനിക സംവിധാനം വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സിന് വാസന അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രാപ്തി നമുക്ക് ഉണ്ടാവും ഒരു സംഘടന. ഒരു സെലക്റ്റീവ് മോഡേണൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ട്രഡീഷൻ മോഡേണിറ്റിക്ക് എതിരല്ല എന്നുള്ളതാണ്. അത് രണ്ട് ലിദ്ദുകളല്ല, ആന്റോണിയംസ് അല്ല. അത് ഒന്ന് മറ്റൊന്നിനെ ഇതാവുന്നില്ല. പാർഷ്യലി ആവശ്യമായ ഘട്ടത്തിൽ എല്ലാം പുതിയത് വന്നതിന് സ്വീകരിക്കണം എന്നുള്ള ഷാഡ്യൂല്ല, ചാടിക്കയറി ചെയ്യൂല. സെലക്റ്റീവായിട്ട് സ്വീകരിക്കുക ആവശ്യമായ ഘട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇൻ പ്രാക്ടീസ് നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ നോക്കിയാൽ അവരിൽ ഇപ്പോൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്നൊരു സുന്നി കമ്മ്യൂണിറ്റി, അവരുടെ ഇടയിൽ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാ വിഭാഗം ആൾക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവരൊക്കെ പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇൻ പ്രാക്ടീസ് നിങ്ങൾ അതിനെ കാണുന്നു. അപ്പോൾ ഈ ഒരു മെത്തഡോളജിയെ കുറിച്ച് ചർച്ച ചെയ്തു. അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ സമസ്ത സിസ്റ്റമാറ്റിക് കൊണ്ടുവന്ന ഒരു സിലബസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലൊരു സിലബസ്, അതിൻ്റെ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ പ്രധാനമായിട്ടും ആ ഫ്രെയിംവർക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് അക്കീദ, വിശ്വാസശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അഖ്ലാഖ് ഉണ്ട്, പിന്നെ ഫിഖ് ഉണ്ട്, പിന്നെ ഖുറാനിക് സ്റ്റഡീസ് ഉണ്ട്, പിന്നെ താരീഖ് ഉണ്ട്, പിന്നെ ഗ്രാമറും. ഇതാണ് ഇപ്പോൾ നിലവിൽ സമസ്ത പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്ന ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും കണ്ടന്റുകൾ നമുക്ക് കൊടുക്കാനുള്ളത് വാല്യൂസാണ്.
ഈ വാല്യൂസ് എപ്പോഴും നമുക്ക് ആദ്യമേ നിശ്ചയിക്കപ്പെട്ട വാല്യൂസ് ആണ്. പക്ഷേ ഇത് പുതിയ തലമുറക്ക് കൊടുക്കുമ്പോൾ പുതിയ രീതികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് പുതിയ തലമുറകളെ കൂടി നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ, ഇതിൻ്റെ ഒരു കൈമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഒരു കണ്ടന്റ് ബേസ്ഡ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കണ്ടന്റിൻ്റെ പ്രസൻറ്റേഷനിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ മദ്രസ പുതിയ കാലത്ത് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്? തീർച്ചയായിട്ടും ഇപ്പം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഫർള് അതിനായിട്ട് ഒരാൾക്ക് പഠിച്ചിരിക്കേണ്ട ഖുർആൻ ഓതാൻ പഠിക്കണം, ബേസിക് ആയിട്ട് ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം പഠിക്കണം, വിശ്വാസശാസ്ത്രം പഠിക്കണം, സ്വഭാവ ഇതിന് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം, ബേസിക് ആയിട്ടുള്ള ഒരു നമ്മുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ഇതുള്ളത്. പിന്നെ ഖുർആനൊക്കെ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് ഈ ഖുർആനിലെ ലിസാനുൽ ഖുർആനിലൂടെ ഒക്കെ പഠിക്കുന്നത്. പിന്നെ അപ്പം സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എല്ലായിടത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്. മെത്തഡോളജിയിൽ, പിന്നെ പെഡഗോജിയിൽ, അതേപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസിൽ, ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകളും ചിന്തകളും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് തരത്തിൽ നടക്കണം. എത്രമാത്രം തീർച്ചയായിട്ടും നടക്കണം എന്നുള്ളത് തന്നെയാണ്. ഒന്നാമതായി ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ അറബി മലയാളം എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രൗഡായിട്ടുള്ള ഒരു സംഗതിയാണ്. അറബി മലയാളം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷ പോലും വികാസമില്ലാത്തൊരു കാലത്ത് ഒരുപാട് വലിയ ഒരു റിച്ച് നോളേജ് ബേസ് തന്നെ എല്ലാ മേഖലയിലുള്ള സംഗതികൾ വന്ന ഒരു ലാംഗ്വേജാണ് അറബിക് മലയാളം. അതിനെ പ്രിസർവ് ചെയ്യണം, അതിൽ എക്സ്പേർട്ടുകൾ ഉണ്ടാവണം. അതൊരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള റിസർച്ച് മേഖലയിലുള്ള ഒരു ജോബാണ് ആ കാരണം അത് നേരെ മറിച്ച് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം എന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. കാരണം നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ചും ഞാൻ പലയിടത്തും പോകും, ഇതിനൊക്കെ നമ്മൾ വളരെ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് നമ്മൾ റിസർച്ച് ചെയ്യണം, റിട്രോസ്പെക്ഷൻ നടത്തണം, ഇതിൻ്റെ ആളുകളോട് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ കുട്ടികൾ എവിടെ കാണുമ്പോഴും കുട്ടികൾക്ക് അറബി മലയാളം വലിയൊരു പ്രശ്നം, കാരണം അവർ അഡീഷണൽ ഒരു ലാംഗ്വേജ് പഠിക്കേണ്ടി വരികയാണ്. അപ്പം ഇതിനൊരുപാട് ഇതിൽ പറയാനുണ്ടാവും. നമ്മളിപ്പം മലയാളം പഠിക്കാനുള്ള അതിന് എളുപ്പമാണ് അങ്ങനെയൊക്കെ പറയാനുണ്ടാവും. പക്ഷെ അതിന് അറബി, ഇപ്പോൾ അള്ളാഹ് എന്നുള്ളതിന് അള്ളാഹ് എന്നുള്ള പദം ഉപയോഗിച്ചാൽ മതി, അറബി ഉപയോഗിച്ചാൽ മതി, ബാക്കി മലയാളമോ ഇംഗ്ലീഷോ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ കുട്ടികളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സംസ്ഥയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വളരെ വലിയ രീതിയിൽ മാറ്റണം വരുത്തണം. രണ്ടാമത് ഇതിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ ഉദാഹരണമായിട്ട് നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ കുറിച്ച് പഠിക്കുമ്പോൾ, സാമ്പത്തിക ശുദ്ധിയെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ ബാങ്കിങ് ട്രാൻസാക്ഷൻ, കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഇതിൽ തന്നെ പൈസ അടക്കുന്നത് തന്നെ GPay ഉപയോഗിച്ചിട്ടായിരിക്കും. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ ബാങ്ക്. സോ അപ്പം യാഥാർത്ഥ്യ ലോകത്ത് നിന്ന് എങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത് എന്നുള്ള വളരെ പ്രായോഗികമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കണ്ടൻറ്റിനെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് പിന്നെ അതിലേക്ക് വന്ന പുതിയ മാറ്റങ്ങളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട്, കാരണം അവർ ഈ ഒരു ലോകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ മദ്രസയിൽ വരുന്ന കുട്ടികൾ, അതേ കുട്ടികൾ വലിയ സ്കൂളുകളിൽ പോയി പഠിക്കുന്നവരാണ്. സ്കൂളിൻ്റെ ഒരു ലോകം വേറെ ഒന്നും, മദ്രസയുടെ ലോകം പഴഞ്ചനൊന്നും എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് കുട്ടികളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. അവിടെ നിന്നാണ് പലർക്കും അപകർഷതാ ബോധവും ഇതൊക്കെ വരുന്നത്. ഒരു പ്രൗഡ് മുസ്ലിം, ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ ക്യാരക്ടർ, എൻ്റെ കൾച്ചർ, എൻ്റെ വിശ്വാസം, എൻ്റെ ചിന്താധാര, ഇത് എനിക്ക് വലിയ ഒരു ജീവിതത്തിൽ ഒരു വലിയ പ്രൗഡായിട്ട ഒന്നാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാവുന്ന, അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന, കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്ന, അതിനൊരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ അതിൽ ഇൻ്റർവെൻഷൻ വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായ ചില എലമെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലാംഗ്വേജസ് പറഞ്ഞു, ലാംഗ്വേജ് സ്ക്രിപ്റ്റ് അല്ല, ലാംഗ്വേജിൽ തന്നെ കുട്ടികളുടെ ഒരു ഭാഷ ഒരു പഴയ തലമുറയുടെ ഭാഷയിൽ നിന്ന് പെട്ടെന്ന് എവോൾവിങ് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ അവർക്ക് ആ ഭാഷയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സാധനം. പിന്നെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അറബി സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൂല്യങ്ങളാണ് കൈമാറാനുള്ളത്. പക്ഷേ ഈ മൂല്യങ്ങളെ ഭാഷയുടെ പ്രതിസന്ധികളിൽ നിന്ന് മറികടന്ന് കുട്ടികൾ എത്തിപ്പെടുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നീട് അപ്പുറത്തേക്ക് കാലികമായിട്ട് നമുക്ക് ടെക്നോളജിയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലേ ഔട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മദ്രസേൻ്റെ ടെക്സ്റ്റുകൾ പൊതുവെ കണ്ടന്റുകൾ നിറച്ചിട്ടുള്ള ടെക്സ്റ്റുകളാണ്. അതിൽ കുട്ടികൾക്ക് സൈക്കോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനുകൾ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ വളരെ കുറവാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഇന്ന് കുട്ടികൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് കാണിക്കപ്പെട്ട ഒരു കുട്ടികളാണ്, അവിടെ ജനിച്ച കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരു ആനിമേഷൻ, അവർക്ക് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ വേറെ രീതിയിലുള്ള പ്രസൻറ്റേഷനൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ, കാരണം ഇതിലിപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം ഉള്ളത്, നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതന്നെ വളരെ കഷ്ടിയായിട്ടാണ് കിട്ടുന്നത്. സ്കൂളിൻ്റെ ബസ് വരുമോ, കുട്ടികൾ എപ്പോഴാണ് വരാൻ സമയമുള്ളത്, അപ്പം മുതൽ തുടങ്ങി സ്കൂളിൻ്റെ ബസ് വരെ വരുന്ന സമയം വരെ ഉള്ളതാണ് നമ്മളൊരു മദ്രസ എന്ന് പറയുന്നൊരു സംഗതി. അതിൻ്റെ ഇടയിൽ ചില കണ്ടൻറ്റ് മാത്രമേ കൺവേ ചെയ്യാൻ കഴിയുള്ളൂ.
ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ വലിയ പുനർവിചിന്തനം ആവശ്യമാണ്. നമ്മളിപ്പോൾ ഈ കണ്ടന്റ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു ഇൻഫർമേഷൻ ആണോ ഒരു കൾച്ചറാണോ നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്? വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ സ്കൂൾ സിസ്റ്റത്തിലേക്ക് ഞാൻ പറഞ്ഞ 1880കളുടെ ഒക്കെ അവസാനം മുതൽ 900ൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ക്ലാസ് വൈസ് സിലബസ് ബെല്ലടിക്കുക, പരീക്ഷ നടത്തുക, പാസ്സാക്കുക, ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഇതിന് ഇപ്പോൾ ഭയങ്കര ഓവറായി. ഇപ്പോൾ റേഞ്ചിൽ ഫസ്റ്റ്, മദ്രസയിൽ ഫസ്റ്റ്, സംസ്ഥാനത്ത് ഫസ്റ്റ്, അതുപോലെ നമ്മൾ ആ ടോപ്പ് പ്ലസ്, നമ്മളിത് സാധാരണ സ്കൂളിലെ റിസൾട്ട് പോലെ നമ്മളിത് പറയുന്നതൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ സത്യം പറയണം, കളവ് പറയാൻ പാടില്ല എന്ന് എഴുതിയാൽ ഫസ്റ്റ് കിട്ടും. അതിനപ്പുറത്ത് ഈ നമ്മളുടെ ഒബ്ജക്റ്റീവിലേക്ക് എപ്പോഴും ഒബ്ജക്റ്റീവ് എന്താണ്? എല്ലാവർക്കും മതവിജ്ഞാനം ഉണ്ടാകണം, മതബോധം ഉണ്ടാകണം, മതം ബേസ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ അവരിൽ ഉണ്ടാകണം. ആ കൾച്ചർ ഉദാത്തമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുകൂടി പഠനം നടത്തണം. ഇപ്പം എത്രമാത്രം ഇത് എഫക്റ്റീവാണ് കമ്മ്യൂണിറ്റിയിൽ, ഇത് എത്രമാത്രം ഇപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളെ വിലയിരുത്തുന്നുണ്ട്. നമ്മളത്ര മതം പഠിപ്പിക്കുന്നത് ആരുമില്ല. മറ്റൊരു ചിലർക്ക് സൺഡേ സ്കൂൾ മാത്രം, അതന്നെ പലരും പോകുന്നുണ്ടാവില്ല. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ എത്രമാത്രം പഠിക്കുന്നുണ്ട്, ക്രൈസ്തവ സഹോദരന്മാർക്ക് പിന്നെയും കുറച്ചും കൂടി ഉള്ളത്. പക്ഷേ നിങ്ങൾ ഒരു വിസിബിളി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അതിൻ്റെ ഒരു ദൃശ്യത, അതിൻ്റെ ഒരു വിസിബിലിറ്റിയിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പല രീതിയിൽ ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും സ്കൂൾ മാഷ്മാരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ പേന പൊട്ടിക്കലും പുസ്തകം വലിച്ചു കയറലും മഷി കൊടയലും പിന്നെ ഭയങ്കര അക്രമാത്മകം, ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലബാറിൽ നിന്നാണ് ഒരുപാട് ആക്രമിക്കുന്ന മറ്റേ ഇതായിട്ടുള്ള തല്ല് എന്നുള്ള ഒരു കൾച്ചറായിട്ട് മാറി. ഇവരൊക്കെ കയ്യിൽ 5ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ്സിൻ്റെയും മിനിമം സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ, സമുദായ പാർട്ടി ആവട്ടെ അല്ലാത്ത പാർട്ടികളാവട്ടെ, അതിലുള്ള മുസ്ലിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, അതിലിപ്പോൾ നമ്മൾ DJ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതിൽ തന്നെ 2 തരത്തിലുള്ള ഉണ്ടാവും. ഒന്ന് പബ്ലിക്കിന് ന്യൂസൻസോ ഹാംഫുള്ളോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സംഗതി, മറ്റുള്ള ഒരാളിൽ നിന്ന്, മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റാളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ലോ. 2 മതപരമായിട്ട് ഇപ്പം DJക്ക് തുള്ളാൻ പറ്റുമോ, ചിലപ്പം പബ്ലിക് ന്യൂസൻസ് ഉണ്ടാവില്ല, മതപരമായിട്ടുള്ള ഒരു കൾച്ചറിനെ നമ്മൾ ഇതിങ്ങനെ വിലയിരുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ ആയിട്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആഹ്ലാദ പ്രകടനങ്ങളിലാവാം, ക്ലബിലാവാം, ഫുട്ബോൾ മാമാങ്കങ്ങളിലാകാം, പലയിടങ്ങളിൽ കല്യാണങ്ങളിലാവാം. അപ്പോൾ പലയിടങ്ങളിൽ ദൃശ്യതയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഈ വലിയ മതപഠനങ്ങൾക്ക്, സമസ്ത മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. 900 ഓൺലൈൻ കോഴ്സുകളുണ്ട്, നിരന്തരമായി മതോത്ബോധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ ആ തരത്തിൽ അന്വേഷണം നടത്തണം. ജയിലുകളിൽ കിടക്കുന്നവർ എത്ര ആൾക്കാർ നമ്മളുണ്ട്, അതിലെത്ര ആൾക്കാർ മദ്രസൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, 5ലും 7ലും 10ലൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയവരുണ്ട്. എന്തുകൊണ്ടാണ് പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാത്തത്? അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും, കാരണം ഇതൊരു പെർഫോമിങ് കമ്മ്യൂണിറ്റിയാണ് ആവേണ്ടത്. ഈ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കുറേ കൾച്ചറുണ്ട്. നമ്മൾ എല്ലാറ്റിനെയും ഇല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ഒരുപാട് ആളുകളിൽ കൾച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വോള്യത്തിനനുസരിച്ചുള്ള ഒരു ദൃശ്യത, അതിൻ്റെ എഫക്റ്റ്, ഇമ്പാക്റ്റ് കമ്മ്യൂണിറ്റിയിലുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടക്കണം. ആ അന്വേഷണം ഇത് നടത്തുമ്പോഴാണ് ഏത് രീതിയിലാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. ഫോളോ അപ്പ് എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള ഇത് കേവലമായ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ്. ഇമ്പാക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കൺസേൺ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മദ്രസ സിസ്റ്റത്തിൽ നിലവിൽ 2 മണിക്കൂറാണ് കുട്ടികൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കുട്ടീൻ്റെ ഒരു ഡെയിലി ലൈഫ് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു 6 hours അവൻ എന്ത് ചെയ്യുന്നു, സ്കൂളുകളിൽ പഠിക്കുന്നു. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് മതത്തിന് വിരുദ്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു കൾച്ചർ, സ്കൂളിൻ്റെ കൾച്ചർ, ചിലപ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ ഐഡിയോളജി, ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി സ്കൂൾ വിട്ടാൽ പിന്നെ ഈ കുട്ടി ഇന്ന് ആധുനികമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു കുട്ടിയാണ്. ആ കുട്ടീൻ്റെ സ്ക്രീൻ ടൈം, ഇപ്പോൾ നമുക്ക് പഠനങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2026 ഒരു കുട്ടിയുടെ ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. അത് ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഇത്തരത്തിൽ സ്ക്രീൻ ടൈമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ കണ്ടന്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഏതൊക്കെ രീതിയിലാണ് കണ്ടന്റ് വാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവെയറാണ്. ഇപ്പോൾ തൊപ്പിൻ്റെ വിവാദം വരുന്നു. അപ്പോൾ കേരളത്തിലുള്ള ഈ കുട്ടികളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. അപ്പോൾ അത്രയും മോറലി ഡീഗ്രേഡ് ആയിട്ടുള്ള കണ്ടന്റ് അവർക്ക് കിട്ടുന്നു. പിന്നെ അതിൽ തന്നെ ആധുനികതയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് തന്നെ കാണാം, കുറേ കുട്ടികളുടെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഉണ്ടാവുക, മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമല്ലേ ചെയ്യുക, പിന്നെ ഒരു ജീവിതമാണ് അടിച്ചു പൊളിക്കണം. അതിങ്ങനെ BGM ഒക്കെ ഇട്ടാണ് വരുമ്പോൾ ഇവർ ഇതിലേക്ക് സൈക്കോളജിക്കലി കണ്ടീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങളിൽ കുട്ടികൾ ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്യുന്നത് മതപരമായിട്ടാണോ
അല്ലെങ്കിൽ ഈ വേൾഡ് വ്യൂ എന്നൊക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളൊരു തീർച്ചയായിട്ടും അവിടെയാണ് ഈ കണ്ടന്റ് ക്രിയേഷൻസ് ഒരുപാട് നടക്കേണ്ടത്. ഒരുപാട് തരത്തിലുള്ള സ്കിറ്റുകൾ ഉണ്ടാവാം. കേവലമായ വായന പലപ്പോഴും ഈ കുട്ടികളിൽ കാണൂല. അതുകൊണ്ട് തന്നെ കഥകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന ചിലപ്പോൾ 50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒരു 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 ചെറിയൊരു ക്ലിപ്പ് മനുഷ്യൻ്റെ ജീവിതം മാറ്റുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലും പരമാവധി ഇത്തരം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. കാരണം നിങ്ങളുടെ സ്ക്രീൻ ഷെയിമിൽ അൽഗോരിതം ആണല്ലോ, നിങ്ങൾ ഒരാളിത് ചെയ്യുമ്പോൾ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഹാപ്പിലി അല്ലെങ്കിൽ പാഷനേറ്റ്ലി കാണാൻ പറ്റുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇന്ന് വളരെ പ്രധാനമാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതോടൊപ്പം തന്നെ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി നമ്മളെ ചുറ്റുഭാഗത്തുള്ള ഇനിയിപ്പോൾ ഒരു ഏറ്റവും പ്രധാനമായിട്ട് അധ്യാപകർ, രക്ഷിതാക്കൾ, ഇടപഴകുന്ന ആളുകളിൽ ഈ നമ്മളിപ്പോൾ ഇവരൊക്കെ ഇനി എപ്പോഴും ഒരു ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. ഇനി ഇപ്പോൾ ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഇനിയും AI സംഗതികൾ ഇതൊക്കെ വരുന്നുണ്ടൊക്കെ ഉള്ള അപ്പോഴൊക്കെ ഈ ടീച്ചർ എന്നുള്ളതും പാരൻ്റ് ആസ് എ ടീച്ചർ, സറൗണ്ടിങ് പീപ്പിൾ ആസ് എ ടീച്ചേഴ്സ്, ടീച്ചർ ആസ് എ ടീച്ചർ എന്നുള്ളത് എന്നും വളരെ പ്രസക്തം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ലൈവായിട്ടുള്ള ഈ സംഗതികൾ തന്നെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മനുഷ്യൻ്റെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം ചില ചലഞ്ചസുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്തു മദ്രസ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ടൈമിങ്ങിൻ്റെ വിഷയത്തിൽ വേറെ ഒന്നും കൂടെ കൺസേൺഡ് ആവേണ്ട ഒരു കാര്യം പുസ്തകം നേരത്തെ പറഞ്ഞു, ചില കുട്ടികൾ സ്കൂൾ ടൈമിങ്ങിൻ്റെ ഒരു വിഷയം മദ്രസിനോട് കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗൾഫ് മൈഗ്രേഷൻ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്, പല ആളുകളും പല വ്യത്യസ്ത ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രൈമറി വിദ്യാഭ്യാസം, ഒരു വിദ്യാഭ്യാസം നൽകാനുള്ള എന്തൊക്കെ മെത്തഡോളജികൾ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഇതിന് ടൈമിങ്ങിൽ എന്തൊക്കെ ആലോചിക്കാൻ പറ്റും, വേറെ സാധ്യതകളിൽ എന്തൊക്കെ ആലോചിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മളിപ്പം മദ്രസകൾ എണ്ണത്തിലൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ സമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഉള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു സംഗതി, വലിയൊരു വിഭാഗം ഇപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം മതസംഘടനകളും നടത്തുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മതപഠന സംവിധാനങ്ങളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് പുറത്താണ് വലിയൊരു വിഭാഗം കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾ എന്ന് മനസ്സിലാക്കണം. കാരണം ഒന്നുകിൽ അവർ സ്കൂൾ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ തീരെ പോകുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇനി പോകുന്നത് തന്നെ വളരെ ഒരുപാട് ചാലഞ്ചസ് അവർ നേരിടുന്നുണ്ട്. വാഹനങ്ങളുടെ പ്രശ്നം, പോകുന്ന സമയത്തുള്ള നായ്ക്കളുടെ പ്രശ്നം, കുട്ടികളെ പിടുത്തക്കാരുടെ പ്രശ്നം, ഇതൊക്കെ കഴിഞ്ഞ് ആകെ ഒരു മണിക്കൂറാണ് കിട്ടുക. ഈ ഒരു മണിക്കൂർ പോകാനും വരാനും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അത്രയും കോമ്പിറ്റൻ്റ് ആയ ടീച്ചറാണോ അല്ലേ എന്നുള്ളതും എൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുന്നിടയ്ക്ക് ഇതൊരു വലിയ ചലഞ്ചസ് നേരിടുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ഇത് എത്ര കാലം ഈ സിസ്റ്റം നിലനിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എല്ലാ കാലത്തും, കാരണം മുമ്പൊക്കെ കുറേ സിസ്റ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം ഗസാലി സ്ഥാപിച്ച സ്ഥാപനം പിന്നീട് ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതകളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒരു ചലഞ്ചസിൻ്റെ മുമ്പിലാണ്. ചലഞ്ചസ് ആണ് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പ്രതിസന്ധികളിൽ നിന്നാണല്ലോ പുതിയ സാധ്യതകൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ബ്ലെൻഡഡ് സിസ്റ്റത്തിലേക്ക് വലിയ തരത്തിൽ മാറേണ്ട ഒരു കാലമാണ്. കാരണം ഇപ്പോൾ ഡെയിലി സ്കൂളുകളുടെ ഒരു ചലഞ്ചിൻ്റെ ഇടയിൽ കുട്ടി മദ്രസയിൽ വന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. എന്നാൽ ഫുൾ ടൈം ആയിട്ടുള്ള ഓൺലൈൻ മാത്രമായി മാറുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തെല്ലാം സിസ്റ്റമൊക്കെ കൊണ്ടുവന്നാലും ഈ ഒരു റിസാലത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇസ്ലാമിൽ. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദും ആഖിറത്തും ഗോപ്യമായ ഇടനായ സംഗതിയാണ്, നമ്മൾ കാണാത്തതാണ്. റിസാലത്താണ് കണ്ടവോ അവരുടെ അനന്തരാവകാശത്തെ കണ്ടോ ചെയ്തത്. ഇത് എല്ലാവരും ഹ്യൂമൻ ടച്ചുള്ളൊരു സംഗതിയാണ്. ഈ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനമായി മതസംസ്കാരം അല്ലെങ്കിൽ ഈ കൈമാറ്റം ചെയ്യുന്നിടത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വീക്ക് ക്ലാസ് ഓൺലൈൻ നടത്തിയാൽ വീക്കെൻഡിലോ വൺസ് ഇൻ എ മന്തിലോ ട്വൈസ് ഇൻ എ മന്തിലൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സിസ്റ്റം തന്നെയാണ് എപ്പോഴും ഓർമ്മപ്പെടുത്തപ്പെടേണ്ടത്. പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് ഇന്ന് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം സ്കൂളിംഗ് ടൈം ഭയങ്കര ചലഞ്ചായി കിടക്കുന്നു. ആ സമയത്തേക്കാൾ കൂടുതൽ, ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഹാബിറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ ലോകം എന്ന് പറയുന്ന ഒരു ലോകത്ത് 13, 14 വയസ്സ്, 15 വയസ്സ് മുമ്പ്, ഇപ്പോൾ ഒരു 10 വയസ്സാകുമ്പോൾ മുതൽ തന്നെ കുട്ടികൾ സ്വതന്ത്രരായി. അവർ മാതാപിതാക്കൾ അത്രമാത്രം അവർ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മുതൽ എങ്ങനെയാണ് ഇത് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ള ആലോചനകളും ഫോളോ അപ്പ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ റീതിങ്കിങ്ങിൻ്റെ ഒരു ഘട്ടം വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടീനേജ് കാലത്ത് വളരെ റിബലായിട്ടൊക്കെ ജീവിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നുണ്ട്. ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു 20 അങ്ങനെ വലിയൊരു വിഭാഗം ആ സമയത്ത് അവരുടെ ഒരു ഇത് തേടുന്നുണ്ട്, വിദ്യാഭ്യാസം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർബന്ധമായിട്ടും ചില ഇൻ്റർവെൻഷൻസ് ആവശ്യമാണ്. അപ്പം ആത്യന്തികമായിട്ടുള്ള ഒബ്ജക്റ്റീവിനെയാണ് പ്രധാനമായി കാണേണ്ടത്. എല്ലാവർക്കും മതവിദ്യാഭ്യാസവും മതബോധവും
സാമൂഹിക ബോധവും കിട്ടണം എന്ന ഒബ്ജക്റ്റീവിനെയാണ് എപ്പോഴും കാണേണ്ടത്. സ്ട്രക്ചർ മാറി മാറി വരാം, സിലബസ് സിസ്റ്റം കാര്യങ്ങളും കരിക്കുലം ഒക്കെ മാറി വരാം, അതിൻ്റെ മെത്തഡോളജി മാറാം, ഒക്കെ മാറാം. പക്ഷേ ഈ സംഗതി ഓരോ കാലത്തും എങ്ങനെയാണ് കൊടുക്കുക, അതുകൊണ്ടാണ് ലോകത്ത് ഓരോ കാലത്തും മാറ്റം വന്നത്. ഈ സംഗതിയാണ് ഇവിടെ നിലനിൽക്കുക. ഈ ഒബ്ജക്റ്റീവ് നിലനിൽക്കണം, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കേണ്ടത്. അതെ. പിന്നെ ഇപ്പം നമ്മൾ മദ്രസയിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് നമ്മൾ അഡ്രസ്സ് ചെയ്തു. പിന്നെ എന്നത് മദ്രസൻ്റെ ഒരു സ്ട്രക്ചറിൽ പുസ്തകം പറഞ്ഞു ടീച്ചേഴ്സ് എത്രമാത്രം കോമ്പിറ്റൻ്റ് ആണെന്നുള്ളൊരു പോയിന്റ്. അപ്പോൾ അതിൽ ചില കമ്മിറ്റിക്കാരും ചില ആളുകളൊക്കെ വന്ന് പലപ്പോഴും ടീച്ചേഴ്സിനെ വാല്യുവേറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഉസ്താദ് പഠിപ്പിക്കുന്നില്ല, ഉസ്താദ് പോരാ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ എത്രയാണ് ഉസ്താദിന് സാലറി കൊടുക്കുന്നത്, അത്ര കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഉസ്താദ്മാരെ കൊണ്ടുവരാൻ നമ്മൾ എത്ര അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള സാധനം. ഉസ്താദ്മാരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എത്രത്തോളം സൊസൈറ്റിയിൽ തന്നെ എത്രത്തോളം താഴ്ന്നതാണ് നമുക്ക് എല്ലാവർക്കും അവെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സമസ്തന് അതിന് കുറേ ഇനീഷ്യൽ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ അഥവാ അതിൽ ഒരു മുഅല്ലിമായിട്ട് സമസ്തയുടെ മുഅല്ലിമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് പല ആനുകൂല്യങ്ങളുണ്ട്, ഫൈനാൻഷ്യൽ എയ്ഡുകളുണ്ട്. ഇപ്പോൾ വിവാഹത്തിന് ഘട്ടം, മകളുടെ വിവാഹത്തിന് ഘട്ടം വരുമ്പോൾ 20,000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീട് വെക്കുമ്പോൾ 20,000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 5,000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇനി അതൊരു ക്രിട്ടിക്കൽ ആണെങ്കിൽ 10,000, അങ്ങനെ ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ എയ്ഡിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം, അതിനു വേണ്ടി ഉസ്താദ്മാരുടെ ഒരു സാലറി ബേസിൽ അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടേണ്ട രീതിയിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ പുതിയ സ്ട്രാറ്റജികൾ ആലോചിക്കാൻ പറ്റും? ഇപ്പം സാലറി സ്കെയിൽ ഹൈക്ക് ചെയ്യുന്നിടത്തിന് എപ്പോഴും ഒരു ക്യാപ്പ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ആളുകൾ ഇതിനെ കാണുന്നത് 2 മണിക്കൂറുള്ള അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള, സാധാരണ ദിവസങ്ങളിൽ ഒരു അപ്രോക്സിമേറ്റ് 1 മണിക്കൂർ, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉള്ള ഒരു ടൈമിംഗ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതന്നെ വോളണ്ടിയറി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും, ചിലപ്പം മറ്റു ഇപ്പോൾ സ്കൂളുകളിൽ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല രീതിയിലും വരാം. അപ്പം ഒന്ന് അത് പഠിപ്പിക്കാൻ കോമ്പിറ്റൻസി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. കാരണം നിങ്ങൾ ഏറ്റവും വലിയ ഹയർ ലെവലിൽ പഠിപ്പിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഈ ലോവർ ലെവലിൽ, പ്രൈമറി ലെവലിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ആ അധ്യാപകൻ കൾച്ചർഡ് ആവണം, ആ അധ്യാപകനിൽ ഈ പഠിപ്പിക്കുന്ന സ്വബറും പഠിപ്പിക്കുന്ന സ്വഭാവവിശേഷങ്ങളും ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി അധ്യാപകരുടെ മാത്രമല്ല, ഞാൻ അതിനോട് ചേർത്ത് പറയുന്നത്, ഇപ്പം തന്നെ കേരളത്തിലെ ഈ ഒരു പ്രോബ്ലം ഓഫ് അബൻഡൻസ് ഉണ്ട്. നമ്മുടെ മദ്രസകളുടെ സ്പേസ് എന്ന് പറയുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വലിയൊരു ചലഞ്ചാണ്. കാരണം 1 മണിക്കൂറല്ലാതെ എല്ലാ നാട്ടിലും ഒരു ചലഞ്ചാണ്. എന്താണ് നിങ്ങളിതിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട്, ഇപ്പോൾ കേരളം സ്വാഭാവികമായിട്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് എപ്പോഴും പറയാറ്. പക്ഷേ കേരളം ഒരു സിറ്റി സ്റ്റേറ്റ് കൂടിയാണ്. കേരളം ഒരു ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സിറ്റി സ്റ്റേറ്റ് കൂടിയാണ്. ഇവിടെ നമുക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ട് എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. അതേപോലെ തന്നെ അധ്യാപകർ പഠിച്ചെടുക്കാവുന്ന ഒരുപാട്, ഇപ്പം പലതും AI ബേസ്ഡ് ആയിട്ടുള്ള, ഓൺലൈൻ ബേസ്ഡ് ആയിട്ട് ഒരുപാട് സ്കില്ലുകളുണ്ട്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എക്കണോമിക് ആൻഡ് ജോബ് സിസ്റ്റം ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ആ തരത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ഈ 2 മണിക്കൂറിൻ്റെ അപ്പുറത്ത് പലപ്പോഴും പലരും ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഇവർക്ക് വളരെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് സിസ്റ്റം. അതിൽ ഓൺലൈൻ ടീച്ചിങ് സിസ്റ്റം വരാം, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ വരാം. എന്ത് തന്നെ ആയാലും മനുഷ്യന്മാർ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വരുമ്പോഴും മൊബൈൽ വരുമ്പോഴും ഒക്കെ ആളുകൾ ചർച്ച ചെയ്തു എന്താ ഇനി ഉണ്ടാവാൻ. അപ്പോൾ അതിലപ്പുറത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു. ഇപ്പോൾ AI ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും, ഇതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ അധികവും ഡെസ്ക് ബേസ്ഡ് ജോബായിരിക്കും, അതല്ലെങ്കിൽ ഓഫീസ് ബേസ്ഡ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ളൊരു മാറ്റം ഇതിനെ വളരെ എനിക്ക് തോന്നുന്നു ഈ മതം പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇതിനെ ഏറ്റവും ഒരു ഉദാരമായി കൊടുക്കാവുന്ന തരത്തിൽ, ഇതെൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സേവനമായിട്ട് കൊടുക്കാവുന്ന തരത്തിലേക്ക് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ക്വാളിറ്റി കൂടിയിട്ട് വരാനുള്ളൊരു സംഗതിയുണ്ട്. അപ്പം അവരുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ അവർക്ക് പ്രത്യേകിച്ചും ഈ മദ്രസകളെയും ഇത്തരം സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി ഇനിയും ചിലപ്പം ഇനി അടുത്ത കാലങ്ങളിലൊക്കെ കേരളം ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒക്കെ ഒരു കാലമാണ്. പ്രത്യേകിച്ചും കാരണം മറ്റ് ഇൻഡസ്ട്രികളോ മറ്റ് വ്യവസായങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നാടാണ് നമ്മളുടേത്. പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ സിലിക്കൺ വാലിയിലോ ചൈനയിലോ അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സംഗതി, കേരളം വളരെ നന്നായിട്ട് അതിൽ നിൽക്കാവുന്ന, ലോകത്തുനിന്ന് മുഴുവൻ ആളുകൾ വരാവുന്നൊക്കെ ഇതുള്ള ഒരു സ്ഥലമാണ്. അതിനനുസരിച്ചുള്ള ക്ലൈമറ്റ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി വളരെ പെട്ടെന്ന് സെറ്റിൽ ആവാൻ സാധ്യതയുണ്ട്. അവർക്ക് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു പല അവർക്ക് സാധ്യതയുള്ള മറ്റ് ജോബ് ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കൊടുക്കുക. കാരണം എപ്പോഴും നിങ്ങൾ എത്ര നമ്മൾ സംസാരിച്ചാലും സാലറി ഹൈക്കിനുള്ള ഇതുണ്ടാവും. പിന്നെ അവർക്ക് തന്നെ ഇപ്പം ഈ വളരെ വർദ്ധിച്ചു വരുന്ന
ഓൺലൈൻ ടീച്ചിങ് നീഡ് ഉണ്ട്, ഇൻഡിവിജ്വൽ ടീച്ചിങ് നീഡ് ഉണ്ട്. അതിന് കൂടി പ്രത്യേകിച്ചും ഇനിയൊരു ജനറേഷൻ ഒരു 5-10 വർഷം വരുമ്പോഴേക്ക് ലാംഗ്വേജ് ഒന്നൊരു പ്രോബ്ലം ആവില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ലിംഗോ ഫ്രങ്ക ഇംഗ്ലീഷായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇനിയൊരു വരുന്ന ജനറേഷനിലെ മദ്രസ ടീച്ചേഴ്സും അതിലേക്ക് വളരെ പെട്ടെന്ന് ചേഞ്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ നീഡ്സ് ഇതൊക്കെ ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലൊക്കെ തന്നെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം അവർ ലോ പെയ്ഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വളരെ മിനിമം ടൈമിലാണ്. നമ്മളെ മദ്രസകളുടെ ഒരു മിനിമം ടൈമാണ്. അപ്പോൾ അവരെ മറ്റു തരത്തിൽ എംപവർ ചെയ്യുകയും ഇതിന് അവരുടെ ഒരു ബഹുമാന പുരസ്സരം അവർ കൊടുക്കുന്ന, അവരുടെ നോളജ് ഷെയർ ചെയ്യുന്നൊരു സിസ്റ്റമായിട്ട്, എന്നാൽ സൗജന്യമായിട്ട് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തന്നെ എന്ന് എനിക്ക് തോന്നിയത് ആലോചിച്ചപ്പോൾ കിട്ടിയത്. ഉസ്താദ് ഇതിൽ അടയാളപ്പെടുത്തി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പൊട്ടൻഷ്യാലിറ്റി പറഞ്ഞു. അപ്പോൾ ഒന്ന് കേരളം എന്നുള്ള സ്പേസ്, അതിന് അട്രാക്റ്റീവ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, പിന്നെ നമുക്ക് ഈ മഹലുകൾക്ക് കീഴിലുള്ള മറ്റ് സ്പേസ്, അതായത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും സ്പേസുകളുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാന സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ 1,00,000-ൽ പരം നമുക്ക് മുഅല്ലിമുകളുണ്ട്. പിന്നെ ഇവരുടെ ഇതിൽ പല ആളുകളും പല വർക്കുകളും എൻഗേജ്ഡ് ആണ്. പക്ഷേ ഇതിൽ തന്നെ പല ആളുകളും ഈ 2 hours മാത്രമാണ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു പുതിയ സ്റ്റാർട്ടപ്പുകളായിട്ടോ പുതിയ ബിസിനസ് ഐഡിയകളായിട്ടോ ഒക്കെ പല രീതിയിൽ നമുക്ക് ആലോചിക്കാനുള്ളൊരു ബിസിനസ് ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് അടയാളപ്പെടുത്താണ്. പിന്നെ നമ്മുടെ ചർച്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉസ്താദിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തിസീസ് പഠനം വരുന്നത് കേരളത്തിലുള്ള എഡ്യൂക്കേഷൻ സെക്ടറിനെ വെച്ചിട്ടാണ്. ഒരു മതപഠനം എങ്ങനെയാണ് വികസിച്ചത് എന്നുള്ളതാണ്. ഉസ്താദ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള മത വിദ്യാഭ്യാസത്തിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ ഉസ്താദ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുന്നു, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു മതവിദ്യാഭ്യാസം പഠിക്കുമ്പോൾ നമ്മൾ പലയിടത്ത്, ഞാൻ ഇന്തോനേഷ്യയിലെ സിസ്റ്റം പഠിച്ചിരുന്നു, ഈജിപ്ഷ്യയിലെ സിസ്റ്റം പഠിച്ചിരുന്നു, നോർത്ത് ഇന്ത്യയിലുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഇരുന്ന് അന്ന് ജീവിച്ചിരുന്നത് അങ്ങനത്തെ സിസ്റ്റമൊക്കെ പഠിച്ചിരുന്നു. ഇപ്പം കേരളത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത സെൽഫ് സഫിഷ്യൻസിക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി എന്നുള്ളതാണ്, സ്വയം പര്യാപ്തത. കാരണം നമ്മളൊരു ഭരണത്തിൻ്റെ കീഴിലായിരുന്നില്ല, ഒരു മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലാവാത്തത് ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് ഒരു കാരണമായിട്ട്. കാരണം കമ്മ്യൂണിറ്റി സ്വയം കണ്ടെത്തിയ ഒരുപാട് സങ്കേതങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായി. ആകെ ഒരു അറക്കൽ രാജവംശത്തിനപ്പുറം ബാക്കിയുള്ളതൊക്കെ മറ്റു ഭരണാധികാരികളുടെ കീഴിൽ നിന്നുകൊണ്ട് സ്വന്തം സിസ്റ്റം ഡെവലപ്പ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം നമ്മുടെ മഹല്ല് സിസ്റ്റം തന്നെയാണ്. മഹല്ല് എന്ന് പറയുന്ന മഹല്ല്, അതിൽ ഉലമ ഉമറാക്കൾ ചേർന്ന് ഏത് വിഭാഗം ആളുകളാണെങ്കിലും അതിലത്തെ ഉലമാക്കളും ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ ബിസിനസ് ലീഡേഴ്സ് ഉണ്ടാകാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാകും, കമ്മ്യൂണിറ്റി സോഷ്യൽ ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർ ഒന്ന് ചേർന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ പൊതുസങ്കേതങ്ങളുണ്ടായി. അപ്പോൾ അതിൽ പെട്ടതാണ് പള്ളിയിലൊരു ഇമാമിനെ നിർത്തുക, വരിസംഖ്യ വാങ്ങുക, മദ്രസ ഉണ്ടാക്കുക, പൊതു സിസ്റ്റം, പലയിടത്തും പലിശരഹിത സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ കല്യാണം കാര്യങ്ങൾക്കൊക്കെ പൊതുവായി ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പലയിടത്തും ബഹുഭൂരിപക്ഷ ഇടങ്ങളിലും ഇത് കാണാൻ കഴിയില്ല. അതിന് കാരണം ഒരു വലിയ ഭരണാധികാരത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഒരു പ്രൊവൈഡേഴ്സും ടേക്കേഴ്സും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പാർട്ടീഷനായിരുന്നു. 1857 ഷിബായി മുട്ട്നി അതിൻ്റെ ശേഷം ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നെ പാർട്ടീഷൻ സംഭവിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എലീറ്റിസ്റ്റ്, അല്ലെങ്കിൽ എലീറ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളുകളൊക്കെ ആദ്യം പാകിസ്ഥാനിലേക്ക് പോയി, ബംഗ്ലാദേശ് വന്നപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഈ ഒരു പാവപ്പെട്ടവരാണ് അധിക സ്ഥലങ്ങളിലും ബാക്കിയായത്. അവർ എമർജ് ചെയ്ത് വന്നവരും ചിലയിടത്ത് പോകാത്തവരൊക്കെ ഉണ്ട്, എല്ലാവരും ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ജനറലായിട്ടുള്ള ഒരു സിസ്റ്റം അവരുടെ ഇടയിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് പോയാൽ അവിടെ 80% ആൾക്കാർക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫർള് ഐൻ എന്ന് പറയുന്ന കമ്പൾസറി നോളജ് എന്ന് പറയുന്ന അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, ബേസിക് ആയിട്ടുള്ള ഡോൺസ് ആൻഡ് ഡൂസിൻ്റെ കൺസെപ്റ്റുകൾ അറിയില്ല. അങ്ങനത്തെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ആസ് എ കമ്മ്യൂണിറ്റി ഒരു മുസ്ലിം പേരുണ്ടാവും, നല്ല പേരുണ്ടാകും, അതിൻ്റെ പേരിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ 1926 സമസ്ത വന്നു, 25-26 വന്നു. പിന്നെ 1950കളിൽ ഈ മദ്രസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ മദ്രസൻ്റെ ഒരു ചരിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എതിർത്തത് ഇവിടുത്തെ മുല്ലാക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. ഒന്ന്, കാരണം അവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മല്ലാക്കയാണെങ്കിൽ, ഞാനൊരു ഒത്തുപള്ളി നടത്തുന്നുണ്ടെങ്കിൽ എൻ്റേതാണ് ഒത്തുപള്ളി, എനിക്ക് തോന്നുമ്പോൾ വന്നാൽ മതി, തോന്നുമ്പോൾ തുറക്കാം, എൻ്റെ രീതിയിൽ പഠിപ്പിച്ചാൽ മതി. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൈൻഡായിട്ടോ സാധനങ്ങളായിട്ടോ പൈസ ആയിട്ടോ കൊണ്ടുവരാൻ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടാത്തവരുണ്ട്, കിട്ടിയാലും കുഴപ്പമില്ല, ആരുടെ മുമ്പിലും കണക്ക് അവതരിപ്പിക്കുന്നതൊന്നും ചെയ്യണ്ട. ഇവിടേക്കാണ് സിസ്റ്റം വരുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന 4-5 ആൾക്കാരെ വെക്കുന്നു, കമ്മിറ്റി നോക്കും, കമ്മിറ്റി നിങ്ങൾ വന്നില്ലെങ്കിൽ ചോദിക്കും. ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ
ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ ഹാദിയൻ്റെ കീഴിൽ നമ്മൾ മക്തബ് നടത്താൻ ശ്രമിക്കുന്നതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ബീഹാറിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സ്വന്തമായിട്ടാണ് എല്ലാവരുടെയും മദ്രസ, ഒരു മഹലിൻ്റേതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മഹലിൽ ഒരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ മഹലിലെ എല്ലാവരും പഠിക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾ 5 വയസ്സായാലും മദ്രസ ചേർക്കണം, സ്കൂൾ ചേർക്കണം എന്നുള്ളത് ഇറ്റ്സ് എ കോമൺ സെൻസാണ്. അങ്ങനത്തെ ഒരു സംഗതി അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് വലിയൊരു ചാലഞ്ച്. നമ്മൾ എത്രയോ നാട്ടിൽ പോയാലും ഇങ്ങനൊരു സംഗതി ഉണ്ടാവില്ല. പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 വീടുള്ള 20 വീടുള്ള 50 വീടുള്ള ഒരു ഒരു ഗ്രാമം, മുസ്ലിം വീടുള്ള, ബാക്കിയുള്ളവർക്ക് നോൺ മുസ്ലിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒന്നും ആരും പോയിട്ട് ഒരു മദ്രസ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് ചാലഞ്ചുകളുടെ ഇടയിൽ സാധ്യതകളുണ്ട്. കാരണം അവിടെയാണ് ഈ ഓൺലൈൻ സാധ്യതകളും കാര്യങ്ങളൊക്കെ പുതുതായിട്ടുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു പണിയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഒന്ന് അവർക്ക് പ്രാഥമികമായ മതബോധം ഉണ്ടാക്കി കൊടുക്കുക. അത് ബേസ് ചെയ്തിട്ട് അവർക്ക് സ്കൂളിൽ പോകുന്നു. 2 വിദ്യാഭ്യാസം പ്രശ്നമാണ്. 80% ആൾക്കാർ 8ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ് സ്കൂൾ വൈസിൽ. അതിന് ഈവൻ വിത്തൗട്ട് ലിറ്ററസിയാണ്. നമ്മളിപ്പോൾ ആ സംഗതികൾ നമ്മൾ ഡ്രസ് ചെയ്യുന്നുണ്ട്. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുക, നിർബന്ധമായിട്ട് പറഞ്ഞേക്കുക എന്നുള്ളത്. അവിടെ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെയാണ് കേരളത്തിലെ, ഇപ്പോൾ ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു എൻ്റെ MPhil തീസിസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും പിന്നെയും ചോദിച്ചൊരു സംഗതി ഇതാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ മദ്രസ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ ആ മദ്രസയിൽ പോകുന്നവർ എത്ര കുറവാണെങ്കിലും, എത്ര ആളുണ്ടെങ്കിലും അവരൊരിക്കലും സ്കൂളിൽ പോകുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവരുടെ അടുത്തില്ല. ഇൻ്റഗ്രേഷൻ ഓഫ് നോളേജും ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ കേരളത്തിൽ ഒരു നമ്മളിപ്പം സ്കൂളിൻ്റെ സമയം മാറ്റം എന്നുള്ള കേരളത്തിൽ എപ്പോഴും പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണ്? സ്കൂളിൻ്റെ സമയത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആണ് നമ്മൾ മദ്രസ വെച്ചത്. അതിന് പാരലായിട്ടല്ല, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടാണ്. ഒന്നുകിൽ നിങ്ങൾ നേരത്തെ മദ്രസ പോയിട്ട് പിന്നീട് സ്കൂളിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ തിരിച്ചു വന്നിട്ട് നിങ്ങൾ മദ്രസയിൽ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാഥമിക തലത്തിലുള്ള സമന്വയ വിദ്യാഭ്യാസമാണ് ആദ്യം നടന്നത്. ഈ സമന്വയം നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രാഥമിക ഘട്ടത്തിൽ സമന്വയ വിദ്യാഭ്യാസമാണ് സംസ്ഥ ഫസ്റ്റ് ചെയ്തത്. സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് പറയുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ എല്ലാവർക്കുമുള്ള, കാരണം സംസ്ഥാന മുന്നിലുള്ള ഒരു ചാലഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പറയാനുള്ളൊരു സംഗതി, ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അവർക്ക് എണ്ണി തിട്ടപ്പെടുത്ത ആൾക്കാരാണ്. കഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും സുന്നി അല്ലെങ്കിൽ എന്ന് പറയുന്നതാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സംസ്ഥാനം. ഒരിക്കലും ഒരു കേഡർ സംഗതിയായിട്ട് നിന്നിട്ടില്ല. ഇന്ന ആൾക്കാർക്ക് മറ്റേ ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം എന്നുള്ളൊരു സംഗതിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഗേറ്റ് തുറന്നിടുകയും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആലോചിക്കുകയും അതിലെ ലാസ്റ്റ് ആളും ബസ് കയറി എന്ന് ഉറപ്പുവരുത്തുന്നവരെ ഉള്ള ഒരു ഇതുണ്ട്. ഇത് ചെയ്താൽ അടുത്തയിലേക്ക് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തെയാണ് സമസ്ത നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ മുമ്പിലുള്ള ഒരു ചാലഞ്ച് പ്രാഥമിക ഘട്ടത്തിൽ 2 വിദ്യാഭ്യാസവും കിട്ടുന്നു. ആദ്യം 5 വരെയായി, പിന്നെ 7 വരെയായി, 10 വരെയായി, 12 വരെയായി. 12 വരെയും 2 വിദ്യാഭ്യാസം കിട്ടുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ബാക്കിയുള്ള ആളുകൾ കൂടി മനസ്സിലാക്കേണ്ട സംഗതി. എന്തുകൊണ്ടാണ് ഇവർ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയമാറ്റത്തെ എതിർക്കുന്നു വെച്ചാൽ നമ്മൾ വളരെ നിർബന്ധമായിട്ട് കാണുന്നത്. എന്നാൽ മറ്റതിനെ നിരാകരിച്ചുകൊണ്ടല്ല, അത് നിർബന്ധമായി ഞങ്ങൾക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളതിൽ കൺസേൺഡ് ആവുന്നത് എന്നുള്ളതാണ്. ഇനി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമ്മളല്ലാത്ത സമയം കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.